Hello students, I welcome you all to Msigma 0 to Infinity batch. നമ്മൾ ഈ സെഷനിൽ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇലക്ട്രോകെമിസ്ട്രി. ഓക്കെ, അപ്പം ഇലക്ട്രോകെമിസ്ട്രി എന്ന് പറയുന്ന ഒരു വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇലക്ട്രോകെമിസ്ട്രി ബ്രാഞ്ച് ഡീൽസ് വിത്ത് മെയിൻ 2 കൺസെപ്റ്റുകളാണ് ഇലക്ട്രോകെമിസ്ട്രി ബ്രാഞ്ച് ഡീൽ ചെയ്യുന്നത്. One deals with the conversion of chemical energy to electrical energy and the other area deals with the conversion of electrical energy to chemical energy. Okay അല്ലേ? യെസ്. അപ്പോൾ ഞാനിവിടെ എഴുതാം, ഇലക്ട്രോകെമിസ്ട്രി എന്ന് പറയുന്ന ഈ ബ്രാഞ്ച് ഡീൽ ചെയ്യുന്നത് നമുക്ക് വൃത്തിക്ക് നോക്കാം. ഓക്കെ, 2 മെയിൻ കൺസെപ്റ്റ്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് കെമിക്കൽ എനർജി. ഓക്കെ, കെമിക്കൽ എനർജി ഈസ് ബീങ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, അടുത്ത ഏരിയ ഇവർ ഡീൽ ചെയ്യുന്ന ഒന്ന് ഇലക്ട്രിക്കൽ എനർജി ഈസ് ബീങ് കൺവേർട്ടഡ് ടു കെമിക്കൽ എനർജി. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? യെസ്, കണ്ടല്ലോ. അതെ, അപ്പം ഇതിനകത്ത് ആദ്യമേ ഞാൻ തുടങ്ങാൻ പോകുന്നത് ഇവരെ പറ്റിയിട്ടാണ്. എന്താണ്? കെമിക്കൽ എനർജി ഈസ് ബീങ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. അപ്പം അങ്ങനത്തെ the device which converts the chemical energy to electrical energy, അങ്ങനത്തെ ഡിവൈസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോകെമിക്കൽ സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ ഗാൽവനിക് സെൽ എന്നുള്ളൊരു പേരിട്ട് അവരെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച്, the device which converts, ഞാനിവിടെ പോയിന്റ് എഴുതി പോകുന്നുണ്ട്, the device which converts chemical energy to electrical energy is known as ഇലക്ട്രോകെമിക്കൽ സെൽ. ഓക്കെ അല്ലേ? അവരെ വിളിക്കുന്ന പേര്, ഈ സെല്ലാണ് കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നവർ. എന്താണ് പേര്? ഇലക്ട്രോകെമിക്കൽ സെൽ. അവരെ നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കും. എന്താണെന്നറിയാം? വോൾട്ടായിക് സെൽ. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ഗാൽവനിക് സെൽ എന്നുള്ളൊരു പേരും അവർക്കുണ്ട്. ഓക്കെ അല്ലേ? ദ സെൽ വിച്ച് കൺവേർട്സ് കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, ആ സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന ഇലക്ട്രോകെമിക്കൽ സെല്ലിലോട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? എന്താണ് ഇലക്ട്രോകെമിക്കൽ സെൽ? അപ്പോൾ ഈ ഇലക്ട്രോകെമിക്കൽ സെല്ലിൻ്റെ ബേസിക്കലി അവരുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുമ്പം 2 ഇലക്ട്രോഡ്സ് കാണും. എല്ലാവരും ശ്രദ്ധിച്ച്, ഈ പറയുന്ന ഇലക്ട്രോകെമിക്കൽ സെല്ലിന് 2 ഇലക്ട്രോഡ്സ് കാണും. ആ 2 ഇലക്ട്രോഡ്സ് ഒന്നെങ്കിൽ ഒരേ സൊല്യൂഷനകത്തോ അല്ലെങ്കിൽ 2 ഇലക്ട്രോഡ്സ് 2 ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് സൊല്യൂഷനകത്തോ ആയിരിക്കും അവരെ ഇമേഴ്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സെല്ലിന് നമ്മൾ പേരുണ്ട്, അവരെ വിളിക്കുന്ന പേരാണ് ഡാനിയൽ സെൽ എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ബേസിക്കലി നിങ്ങൾ അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ലിനകത്ത് ഒന്നെങ്കിൽ എന്തായാലും 2 ഇലക്ട്രോഡ്സ് കാണും. ഓക്കെ, അത് മസ്റ്റാണ്. ആ 2 ഇലക്ട്രോഡ്സ് ഒന്നെങ്കിൽ ഒരേ സൊല്യൂഷനകത്തായിരിക്കും അല്ലെങ്കിൽ 2 സൊല്യൂഷനകത്തായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സെല്ലാണ് നമ്മുടെ ഡാനിയൽ സെൽ. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴും ഏതൊരു കെമിസ്ട്രിക്കകത്തും നമ്മൾ ഇലക്ട്രോകെമിസ്ട്രി ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്നവരാണ് ഡാനിയൽ സെൽ എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ ഏതൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു സെല്ലിൻ്റെ ഫിഗർ കാണും, അതിൻ്റെ വർക്കിംഗ് പറയും, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് നിർത്തും. പക്ഷെ ശരിക്കും ഈ പറയുന്ന ഡാനിയൽ സെല്ലിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒന്ന് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കുറച്ച് അനാലിസിസ് പോയിന്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഡാനിയൽ സെല്ല് പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ 2 ആൾക്കാരെ വേണം. ഒന്ന് സിങ്ക് ആറ്റം. എല്ലാവരുടെയും കയ്യിൽ ഒരു സിങ്ക് ആറ്റം. എല്ലാവരും പഠിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 ഒബ്ജക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 2 സബ്സ്റ്റൻസസ് ഉണ്ട്. ഒന്ന് സിങ്ക് ആറ്റവും, രണ്ടാമത്തെ നമ്മുടെ കോപ്പർ അയോണുമാണ്. കേട്ടല്ലോ? കോപ്പർ അയോൺ ആണേ, കോപ്പർ ആറ്റം അല്ല, കോപ്പർ അയോൺ. അത് നമ്മൾ എക്സാക്ട്ലി പറയുവാണെന്നുണ്ടെങ്കിൽ Cu2+ അയോണാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും പറഞ്ഞ് സിങ്ക് ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്ര ആടോ? പറഞ്ഞേടോ, സിങ്ക് ആറ്റിൻ്റെ അറ്റോമിക് നമ്പർ എത്ര ആണെന്ന് പറഞ്ഞ എല്ലാവരും? 30 ആണ് അറ്റോമിക് നമ്പർ. അപ്പം അവിടെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ഡിഫറെൻറ്റ് ഓർബിറ്റൽസ് എന്ന് പറയുമ്പം 2, 8, 18, 2 ആണ്. ഇതാണ് അവിടെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഡിഫറെൻറ്റ് ഓർബിറ്റ്. അറിയത്തില്ലല്ലോ SPDF. നമ്മൾ പണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ +1 +2 കെമിസ്ട്രിയിൽ ഹൈബ്രിഡൈസേഷൻ പഠിക്കുന്നതിനകത്തൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിലോട്ട് അതിനെ അത്രയും കൊണ്ടുവരണ്ട. ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ സിങ്കിൻ്റെ അറ്റോമിക് നമ്പർ 30 ആണ്. അതിൻ്റെ ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻ ഡിഫറെൻറ്റ് ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ 2, 8, 18, 2 ആണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞേ, ഔട്ടർ മോസ്റ്റ് ഷെല്ലായിട്ടുള്ള വാലൻസ് ഷെല്ലാണ് ഈ പറയുന്ന 2 ഇലക്ട്രോൺസ് ഇരിക്കുന്ന ഷെല്ല് അല്ലെ? ഈ 2 ഇലക്ട്രോൺസ് ഏത് ഷെല്ലാണ് ഇരിക്കുന്നത്? ഔട്ടർ മോസ്റ്റ് ഷെൽ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിന് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്, എന്താണ്? വാലൻസ് ഷെൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെറും 2
നമ്പർ ഓഫ് ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 ഇലക്ട്രോൺസിനെ അവർ റിമൂവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവർ കുറച്ച് സ്റ്റേബിളായി മാറും. ഇപ്പം നിലവിൽ അവർ സ്റ്റേബിൾ അല്ല, കാരണം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വെറും 2 ഇലക്ട്രോൺസേ ഉള്ളത്. അപ്പോൾ 2 ഇലക്ട്രോൺസിനെ അങ്ങോട്ട് കളയുവാണെന്നുണ്ടെങ്കിൽ സിങ്ക് ആറ്റം സ്റ്റേബിളായി മാറും. ഓക്കെ, ഞാൻ എക്സാമിന് എഴുതുന്ന പോയിന്റ്സ് എല്ലാം വ്യക്തമായിട്ട് പറയാം. ആദ്യമേ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പം സിങ്ക് ആറ്റം ഗെയിൻ സ്റ്റെബിലിറ്റി ഇങ്ങനെ പഠിച്ചാലേ കുറച്ച് കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് കിട്ടത്തില്ല. വെറുതെ നമ്മൾ കുറേ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കുറേ കാണാതെ പഠിച്ചുകൊണ്ട് കാര്യങ്ങൾക്ക് വ്യക്തത വരണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, സിങ്ക് ആറ്റം ഗെയിൻ സ്റ്റെബിലിറ്റി ബൈ ലൂസിങ് 2 ഇലക്ട്രോൺസ്. തെറ്റൊന്നും ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അതേപോലെ തന്നെ Cu2+ അയൺ. എല്ലാവരും പറഞ്ഞേ, Cu എന്ന് പറഞ്ഞാൽ കോപ്പർ അയോൺ സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടത്? 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യണം. കാരണം 2+ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ 2 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ 2 ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ കോപ്പർ അയോൺ സ്റ്റേബിളായി മാറും. എന്ത് സ്റ്റേബിളായി മാറും? അവർ കോപ്പർ ആറ്റത്തിലേക്ക് കടക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ കോപ്പർ അയോൺ ഗെയിൻ സ്റ്റെബിലിറ്റി ബൈ ഗെയിനിങ് 2 ഇലക്ട്രോൺസ്. ഓക്കെ അല്ലേ? സംശയമൊന്നും ഇല്ല. അപ്പോൾ നോക്കിക്കേ, ഇങ്ങനത്തെ ഒരു സിങ്ക് ആറ്റത്തിനെയും കോപ്പർ അയോണിനെയും ഞാൻ ഒരു കണ്ടക്റ്റിംഗ് കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്യാണ്. എല്ലാവരും ശ്രദ്ധിച്ചേ, ഒരു കണ്ടക്റ്റിംഗ് കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സിങ്ക് ആറ്റത്തിൽ നിന്നും 2 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആവും. 1 ഇലക്ട്രോണും 2 ഇലക്ട്രോൺസും സിങ്ക് ആറ്റത്തിൽ നിന്നും കോപ്പർ അയോണിലോട്ടും. അപ്പോൾ സിങ്കും സ്റ്റേബിളായി, കോപ്പർ അയോണും സ്റ്റേബിളായി മാറും. അപ്പം ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ അല്ലേടോ ഈ പറയുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ? അതെ, ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോഴല്ലേ കറണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദെയർ വിൽ ബി കറണ്ട് പ്രൊഡ്യൂസ്ഡ്. അത് നിങ്ങൾക്ക് പണ്ടേ അറിയാം. അതെ, ഇപ്പോൾ നോക്കിക്കേ, സിങ്ക് ആറ്റത്തിൽ നിന്ന് 2 ഇലക്ട്രോൺസ് പോയി കോപ്പർ അയോണിൻ്റെ അടുത്തോട്ട് എത്തി. അപ്പോൾ സിങ്കും സ്റ്റേബിളായി, കോപ്പറും സ്റ്റേബിളായി. തെറ്റൊന്നും ഇല്ല. പക്ഷേ ആകെ 2 ഇലക്ട്രോൺസേ പോയിട്ടുള്ളൂ. അത് ഇലക്ട്രിസിറ്റിയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരുമോ? ഇല്ല. ഇഫ് ദർ ഇസ് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സിങ്ക് ആറ്റംസ് ആൻഡ് കോപ്പർ അയോൺസ് ദെൻ ദർ വിൽ ബി കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ദെയർ ബൈ കോൺട്രിബ്യൂട്ടിംഗ് ടു ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ ഒരു പോയിന്റ് എല്ലാവരും എഴുതിക്കേ. ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് ആൻഡ് ദ തേർഡ് പോയിന്റ്, ഇഫ് ദർ ഈസ് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് ആവശ്യത്തിന് സിങ്ക് ആറ്റം and copper ions ഉണ്ടെങ്കിൽ, if there is adequate amount of zinc atom and copper ions, there will be continuous flow of electrons. There will be continuous flow of electron contributing to electricity. Okay അല്ലേ? യെസ്, അതാണ് നമുക്ക് വേണ്ട. കാരണം ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താ ചെയ്യുന്നത്? കെമിക്കൽ റിയാക്ഷൻസിനെ എന്ന് വെച്ചാൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോൾ പ്രൊഡ്യൂസ്ഡ് ആവുന്ന ആ കെമിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതെന്താ സംഭവം? ഇതൊരു കെമിക്കൽ റിയാക്ഷൻ അല്ലേ? സിങ്ക് അവരുടെ 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുന്നു, ആ 2 ഇലക്ട്രോൺസിനെ കോപ്പർ ഗെയിൻ ചെയ്യുന്നു. അപ്പോൾ എന്താണ്? 2 റിയാക്ഷൻസ് ആണ് സംഭവിക്കുന്നത്. ആ റിയാക്ഷനിലൂടെയാണ് എന്തുണ്ടാവുന്നത്? ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവുന്നത്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലായേ. അപ്പോൾ ഡാനിയൽ സെല്ലിൻ്റെ കൺസെപ്റ്റിലേക്ക് വന്നേ. അപ്പം മനസ്സിലായല്ലോ, സിങ്ക് ആറ്റവും ഒരു കോപ്പർ അയോണും ഉള്ളപ്പോഴാണ് 2 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ. അപ്പോൾ ആവശ്യത്തിനുള്ള സിങ്ക് ആറ്റവും ആവശ്യത്തിനുള്ള കോപ്പർ അയോൺസും ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവുന്നു. അങ്ങനെ എന്തുണ്ടാവുന്നു? ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നു. തെറ്റൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പം എല്ലാവരും പറഞ്ഞേ. ഇനി അടുത്ത എല്ലാവരും ഒരു പോയിന്റ് പറഞ്ഞു. ഇപ്പം നമുക്ക് സിങ്ക് ആറ്റം ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണ് കിട്ടാൻ പോകുന്നത്? ഒരു സിങ്ക് മെറ്റൽ നിന്നാണ്. അപ്പോൾ സിങ്ക് ആറ്റം ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. എവിടെ നിന്നാണ് അവർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്? ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം സിങ്ക് മെറ്റൽ അല്ലേ? സിങ്ക് മെറ്റലിൽ നിന്നായിരിക്കും എനിക്ക് സിങ്ക് ആറ്റത്തിനെ കിട്ടാൻ പോകുന്നത്. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു. ഇനി എല്ലാവരും പറഞ്ഞു, കോപ്പർ അയോൺ എവിടെ നിന്നും കിട്ടും? കോപ്പർ അയോൺ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം aqueous solution of സൊല്യൂഷനാണ് കേട്ടോ. ഞാൻ SOLN എന്ന് എഴുതി, നിങ്ങൾ എക്സാമിൽ എഴുതുമ്പോൾ അത് എക്സ്പാൻഡ് ചെയ്തോണം കേട്ടല്ലോ. അപ്പോൾ കോപ്പർ അയോൺ ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം ദ aqueous സൊല്യൂഷൻ ഓഫ് ആരിൽ നിന്ന് കിട്ടും? കോപ്പർ സൾഫേറ്റ് നിന്ന്. കാരണം Cu2+ ആണ് എനിക്ക് വേണ്ടത്. എല്ലാവരും ശ്രദ്ധിച്ചോണം, Cu2+ ആണ് വേണ്ടത്. Cu2+ എനിക്ക് കിട്ടാൻ പോകുന്നത് കോപ്പർ സൾഫേറ്റ് നിന്നായിരിക്കും. കാരണം കോപ്പർ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ Cu2+ SO4 2-, അങ്ങനെ 2 അയോൺസ് ആണ്. ഒന്ന് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്, കോമ്പിനേഷൻ കൊണ്ടാണ് കോപ്പർ സൾഫേറ്റ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ അല്ലേ? തെറ്റൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഈ ഒരു പോയിന്റ്. സിങ്ക് ആറ്റം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ പറയുന്ന സിങ്ക് മെറ്റലിൽ നിന്ന്. അപ്പം ഞാനിവിടെ ഒരു സിങ്ക് മെറ്റൽ എടുക്കുകയാണ്. ഓക്കെ, നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലോയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് ഞാൻ എന്താണ്? ഒരു സിങ്ക്
മെറ്റലാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ അല്ലേ, ഒരു സിങ്ക് മെറ്റൽ, തെറ്റൊന്നും ഇല്ലല്ലോ, ഇല്ല. ഇനി ഈ പറയുന്ന കോപ്പർ അയോൺസ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അക്വസ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കണ്ടെയ്നർ എടുക്കുന്നു. ഓക്കെ, ആ കണ്ടെയ്നറിനകത്ത് എന്താ ഉള്ളത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് അതിനകത്തുള്ളത്? Cu2+ഉം അതുപോലെ തന്നെ SO4 2-ഉം. ഈ പറഞ്ഞ ആൾക്കാർ ഒത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ SO4 2- കാണിക്കുന്നില്ല, നിങ്ങളത് ഓർത്തോണം, അതിനകത്ത് SO4 2- ഉണ്ടെന്നുള്ളത്. ഓക്കെ അല്ലേ. Cu2+, നോക്കിക്കുക, അക്വസ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് ആണ്. അക്വസ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ Cu2+ഉം SO4 2-ഉം രണ്ട് പോസിറ്റീവ് അയോൺസ് ആയിട്ടുള്ള കോപ്പറും നെഗറ്റീവ് അയണായിട്ടുള്ള SO4, ഈ സൾഫേറ്റുമാണ്, SO4 2- ഓക്കെ അല്ലേ. ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ, നമ്മൾ ഈ പറയുന്ന മെറ്റൽ റോഡിൽ നിന്നും, നമ്മുടെ സിങ്ക് മെറ്റൽ റോഡിൽ നിന്നും ഞാനൊരു കണ്ടക്റ്റിംഗ് കേബിൾ വഴി എവിടോട്ട് കണക്ഷൻ കൊടുക്കുന്നു? ഒരു ബൾബിലോട്ട് കൊടുക്കുന്നു. കാരണം ബൾബ് ഗ്ലോ ചെയ്യുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുന്ന ഇവിടെ കറണ്ട് ഉണ്ടായെന്ന് ഉണ്ട്. അതെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കോപ്പർ അയോൺസിലോട്ട് നമ്മളിങ്ങനെ വയറിനെ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെ കൊടുത്തല്ലോ, സംശയകമാണ്. നമ്മൾ നേരത്തെ ഒരു ആറ്റത്തിൻ്റെ ബേസിസിൽ കൊടുത്തുകൊണ്ടിൽ ഇലക്ട്രോ കെമിക്കൽ സെൽ തുടങ്ങിയപ്പോൾ സിങ്ക് ആറ്റവും കോപ്പർ അയോണുമാണ്. അപ്പോൾ സിങ്ക് ആറ്റം എവിടെ നിന്നാണ് കിട്ടുന്നത്? ഒരു സിങ്ക് മെറ്റലിൽ നിന്നും. നോക്കിക്കേ, ഇത് നമ്മുടെ സിങ്ക് മെറ്റലാട്ടോ, സിങ്ക് മെറ്റലാണ്. അപ്പോൾ ഞാൻ ഇവിടെ സിങ്ക് എഴുതുന്നില്ല കേട്ടോ, എനിക്ക് കാര്യമുണ്ട്. ഇത് നമ്മുടെ സിങ്ക് മെറ്റലും ഇത് നമ്മുടെ കോപ്പർ അയോണുമാണ്. കോപ്പർ അയോൺ എവിടെ നിന്നാണ് കിട്ടുന്നത്? അക്വസ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്. അക്വസ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് എന്ന് വെച്ചാൽ കോപ്പർ സൾഫേറ്റും വാട്ടറും കൊണ്ടുള്ള മിക്സ്ചറിനെയാണ് നമ്മൾ അക്വസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓഫ് കോപ്പർ സൾഫേറ്റ്. അപ്പോൾ കോപ്പർ സൾഫേറ്റിനകത്താണ് Cu2+ ഉണ്ടാവുന്നത്, കോപ്പർ 2+ അയോൺ ഉണ്ടാവുന്നത്. അതിന് വേണ്ടിയിട്ടാണ് എന്താണ് നമ്മൾ അക്വസ് സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ് എടുത്തേക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ കണ്ടക്റ്റിംഗ് കേബിൾ കൊടുത്തു, അതിനകത്തൊരു ബൾബ് കൊടുത്തു. കാരണം ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയിനെ ഇൻഡിക്കേറ്റ് ചെയ്യും, കറണ്ട് ഉണ്ടാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ബൾബ് അവിടെ കൊടുത്തേക്കുന്നത്. സംശയമൊന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ബൾബിന് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അമ്മീറ്റേഴ്സും കണക്ട് ചെയ്യും, എന്തുമാത്രം കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ കറണ്ട് ഫ്ലോ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് എടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ, സംശയമൊന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ നോക്കിക്കേ, ഈ പറയുന്ന സിങ്ക് ഫസ്റ്റ് പ്രോസസ്സിനകത്ത് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ലെഫ്റ്റ് സൈഡ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലെഫ്റ്റ് സൈഡ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിങ്ക് മെറ്റൽ എന്താണ് ചെയ്യുന്നത്? 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാണ്. ആ റിയാക്ഷനെ നമ്മൾ എന്താ പറയുന്നത്? ഓക്സിഡേഷൻ റിയാക്ഷൻ. ലൂസിങ് ഓഫ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ. സിങ്ക് എന്താണ് അണ്ടർഗോ ചെയ്യുന്നത്? സിങ്ക് 2++2 ഇലക്ട്രോൺസ്. ഓക്കെ അല്ലേ, 2 ഇലക്ട്രോൺസ് ആണ്. യെസ്, ഈ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി റൈറ്റ് സൈഡിൽ എന്താ സംഭവിക്കുന്നത്? എല്ലാവരും ശ്രദ്ധിച്ചേ, റൈറ്റ് സൈഡിൽ സംഭവിക്കുന്നത് ഈ പറയുന്ന Cu2+ എന്ന് പറഞ്ഞ അയോൺ ആ 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തിട്ട് എന്തായി മാറുന്നു? കോപ്പർ ആറ്റമായി മാറുന്നു കേട്ടോ. ഇത് നമ്മൾക്ക് സോളിഡ് എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ. ഇത് അക്വസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇത് അക്വസ് എന്ന് കൊടുക്കാം. അതിന് കാര്യമാണ്, കാരണം സിങ്ക് 2+ എന്ന് പറയുന്നത് അയോണാണ്, സിങ്ക് എന്ന് പറയുന്നത് എന്താണ്? ആറ്റം സോളിഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ അല്ലേ. അതെ. അപ്പം ഈ റിയാക്ഷൻ എന്താ പറയുന്നത്? ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസിന് എന്താ പറയുന്നത്? റിഡക്ഷൻ റിയാക്ഷൻ. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ സിങ്ക് മെറ്റൽ സിങ്ക് ആറ്റം എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? സിങ്ക് മെറ്റലിൽ നിന്ന്. പക്ഷേ ഒരു സിങ്ക് 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് കഴിയുമ്പോൾ അവർ സിങ്ക് 2+ എന്ന് പറഞ്ഞ അയോണായി മാറും. ഒരിക്കലും അയോണിന് മെറ്റലിൽ നിൽക്കാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഈ നോട്ട് ചെയ്തോളൂ. ആ സിങ്ക് atom loses 2 electrons and become zinc 2+ ion. It cannot stay in the metal. It cannot stay in metal. കാരണം എന്താണ്? ബിക്കോസ് ദേ ആർ ഇൻ അയോൺ സ്റ്റേറ്റിലാണ്. ആ സിങ്ക് 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് സിങ്ക് 2+ അയോണായി മാറി. അയോൺ ഒരിക്കലും മെറ്റലിൽ നിൽക്കത്തില്ല. സോ എന്ത് ചെയ്യണം? ടു കോമ്പൻസേറ്റ് ദിസ് അയോൺ വി നീഡ് ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് വാട്ട്? സിങ്ക് സൾഫേറ്റ്. ഓക്കെ, ടു കോമ്പൻസേറ്റ്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ടു കോമ്പൻസേറ്റ് Zn2+ എന്ന് പറഞ്ഞ അയോണിനെ വി റിക്വയർ എന്ത്? അക്വസ് സൊല്യൂഷൻ ഓഫ് സിങ്ക് സൾഫേറ്റ്. മനസ്സിലായല്ലോ. സിങ്ക് സൾഫേറ്റിനകത്ത് ആരൊക്കെയുണ്ട്? Zn2+ഉം SO4 2-ഉം. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് ഈ ഫിഗറിന് കുറച്ച് മോഡിഫിക്കേഷൻ കൊണ്ടുവരാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഫിഗറിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നു. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. യെസ്, ശ്രദ്ധിച്ചു. എന്നിട്ട് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാം.
ഓക്കെ, നമുക്ക് സെയിം ഫിഗർ ആണ്, പക്ഷെ അതിനകത്ത് കുറച്ച് മോഡിഫിക്കേഷൻസ് ഞാൻ കൊണ്ടുവന്നു മാത്രം. ഓക്കെ അല്ലേ? യെസ്. എന്ത് മോഡിഫിക്കേഷൻ ആണ് ഞാൻ കൊണ്ടുവന്നത്? ഈ സിങ്ക് മെറ്റലിനെ ഞാൻ എവിടെ പ്ലേസ് ചെയ്യുന്നു? അക്വസ് സൊല്യൂഷൻ ഓഫ് സിങ്ക് സൾഫേറ്റിനകത്ത് പ്ലേസ് ചെയ്യുന്നു. അപ്പം അതിനുവേണ്ടി നമുക്കൊരു കണ്ടെയ്നർ വേണം. ആ കണ്ടെയ്നറിനകത്ത് ആരാണുള്ളത്? സിങ്ക് സൾഫേറ്റ്. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. സിങ്ക് സൾഫേറ്റ് ആരായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? അവർ അയോൺ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. വെച്ചാൽ Zn2+ കാണും, SO4 2- കാണും, പിന്നെ Zn2+ കാണും, SO4 2- കാണും. സംശയമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നോക്കിക്കുക, എല്ലാവരും ശ്രദ്ധിച്ച്, ഇവിടെ നമുക്ക് ഈ മെറ്റലിനകത്ത് ഒത്തിരി ആറ്റംസ് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, യെസ്. അപ്പം ഈ ഒരു ആറ്റം ഒരു 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തായി മാറും? Zn2+ ആയിട്ടുള്ള അയോണായി മാറും. ആ Zn2+ അയോൺ എങ്ങോട്ട് വരും? ദേ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ടു ദ മിക്സ്ചർ. മനസ്സിലായല്ലോ? ആ ഒരു മിക്സ്ചറിലോട്ട് അങ്ങ് ഡിസോൾവ് ആവുകയും എന്നിട്ട് ഇലക്ട്രോൺസ് 2 എണ്ണം ഇങ്ങോട്ട് ഫ്ലോ ആവുകയും ചെയ്യുന്നു. ഓക്കെ, സംശയമൊന്നുമില്ല? ഇല്ല. അപ്പോൾ അങ്ങനെ എന്തുമാത്രം എത്ര ആറ്റംസ് അങ്ങനെ ചെയ്യുന്നോ ആ ആറ്റംസ് അയോൺസ് എല്ലാം സൊല്യൂഷനിലോട്ട് പോവുകയും ചെയ്യും, ഇലക്ട്രോൺസ് എല്ലാം എങ്ങോട്ട് പോവുകയും ചെയ്യും? അപ്പുറത്തെ റൈറ്റ് സൈഡിലോട്ട്, അവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലോട്ട് പോവുകയും ചെയ്യും. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ല? ഇനി നോക്കിക്കേ, ഈ പോയിന്റ് ഇവിടെ അടുത്ത പോയിന്റ് ഇങ്ങോട്ട് തന്നെ എഴുതാം. ഓക്കെ അല്ലേ? ഈ ഫിഗർ നിങ്ങൾക്ക് കാണാമല്ലോ സ്റ്റുഡൻസ്? യെസ്. അപ്പോൾ നോക്കിക്കേ, അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ്? ഇവിടെ തൊട്ട് നോക്കിക്കേ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ മെയിൻ കൺസെപ്റ്റിലോട്ട് കിടക്കാണ്. അപ്പോൾ സിങ്ക് ആറ്റം 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് സിങ്ക് അയോണായി മാറി. ആ സിങ്ക് അയോൺ ഒരിക്കലും മെറ്റലിൽ നിൽക്കാൻ പറ്റത്തില്ല. അവരെന്ത് ചെയ്യണം? ആ സിങ്ക് അയോണിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അക്വസ് സൊല്യൂഷൻ ഓഫ് സിങ്ക് സൾഫേറ്റ് ഉണ്ടാക്കി. അതിനാണ് ഈ ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഇനി the 2 electrons which are removed from the zinc atom is gained by the copper atom. Copper ion, തെറ്റിക്കല്ലേ? അപ്പം the 2 electrons from left cell എന്ന് ഞാൻ പറഞ്ഞോട്ടെ, ലെഫ്റ്റ് ഹാഫ് സെൽ, ഒരു കംപ്ലീറ്റ് ഇലക്ട്രോകെമിക്കൽ സെല്ലാണിത്. ഇതിനകത്ത് ഈ ഒരു സെല്ലിനെ ഒരു ഹാഫ് സെൽ എന്നും ഈ മറ്റേ സെല്ലിനെ സെക്കൻഡ് ഹാഫ് സെൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2 electrons from left half cell is gained by copper ion and forms copper atom. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ഒന്ന് ഞാൻ ഇവിടെ എഴുതിക്കോട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചേ. Cu2+ 2 ഇലക്ട്രോൺസ് എന്തായി മാറുന്നു? കോപ്പർ ആറ്റമായി മാറുന്നു. ഇതെന്താണ്? അക്വസ്. ഇതെന്താണ്? സോളിഡ് സ്റ്റേറ്റ്. പക്ഷേ പ്രശ്നം ഇവിടാണ് തുടങ്ങുന്നത്. ഓക്കെ അല്ലേ? അപ്പം ആസ് കോപ്പർ അയോൺസ് ബിക്കം കോപ്പർ ആറ്റം, ദിസ് കോപ്പർ ആറ്റം cannot stay in the സൊല്യൂഷൻ. ഈ സൊല്യൂഷനകത്ത് അയോൺസ് ആയിട്ടാണ് നിൽക്കുന്നത്. ആറ്റത്തിന് സൊല്യൂഷനിൽ എക്സിസ്റ്റൻസ് ഇല്ല. അപ്പം ആ ആറ്റത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ആറ്റത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരു കോപ്പർ മെറ്റൽ വേണം. കാരണം എന്താ? കോപ്പർ മെറ്റലിനകത്ത് ആരാണ്? ഒരു മെറ്റലിനകത്ത് ധാരാളം ആറ്റംസ് ആണ്. അപ്പോൾ കോപ്പർ മെറ്റലിനകത്ത് ധാരാളം ആറ്റംസ് ഉണ്ട്. അപ്പം ഈ 2 ഇലക്ട്രോൺസ്, സിങ്കിൽ നിന്നും പോയ 2 ഇലക്ട്രോൺസ് കോപ്പർ അയോണിലോട്ട് വന്ന് കോപ്പർ അയോൺ ആ 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ എന്തുണ്ടാവുന്നു? കോപ്പർ ആറ്റമായി മാറുന്നു. ആ കോപ്പർ ആറ്റം എവിടെ സ്റ്റിക്ക് ചെയ്യുന്നു? ദേ ഗെറ്റ് സ്റ്റിക്ഡ് ടു the copper metal. Okay അല്ലേ? അപ്പോൾ 2 electrons from left half cell is gained by copper ions and form copper atom. This copper atom cannot stay in solution. Therefore, to compensate copper atom, കോപ്പർ ആറ്റത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ, അവരെ ഉൾക്കൊള്ളാൻ വേണ്ടി ആരുണ്ട്? വി റിക്വയർ എന്താണുള്ളത്? ഒരു കോപ്പർ മെറ്റലിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചേ? യെസ്. അപ്പം നമുക്ക് ഈ ഫിഗറിനകത്ത് ഒരു കുഞ്ഞു മാറ്റം കൊണ്ടുവരാം. നോക്കിക്കേ, ഈ ഫിഗറിനെ നമുക്കൊന്ന് റബ്ബ് ചെയ്തിട്ട്, ഓക്കെ എല്ലാവരും ശ്രദ്ധിച്ചേ? യെസ്. നമുക്കിവിടെ എന്ത് കൊണ്ടുവരാം? ഒരു കോപ്പർ മെറ്റൽ കൊണ്ടുവരാം. അതിനുവേണ്ടി ഞാൻ അടുത്ത ഒരു കണ്ടെയ്നർ എടുക്കുന്നു, എക്സാക്ട്ലി ലൈക്ക് സിമിലർ ടു ദാറ്റ് ഓഫ് ദ ലെഫ്റ്റ് കണ്ടെയ്നർ. എന്നിട്ട് എന്തെടുക്കുന്നു? ഞാനൊരു കോപ്പർ മെറ്റൽ എടുക്കുന്നു. ഓക്കെ സ്റ്റുഡൻസ് എല്ലാവരും ശ്രദ്ധിച്ചേ? ഞാനൊരു കോപ്പർ മെറ്റൽ എടുക്കുന്നു. കണ്ടല്ലോ? യെസ്. എന്നിട്ട് ഈ വയർ എങ്ങോട്ട് കണക്ട് ചെയ്യുന്നു? ഈ പറയുന്ന കോപ്പർ മെറ്റലോട്ട്. ആ കണക്ഷൻ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ അല്ലേ? ഇത് പൊതുവെ ഈ മെറ്റൽ എന്ന് പറയുന്നവരാണ് നമ്മുടെ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോപ്പർ മെറ്റൽ. അപ്പോൾ നോക്കിക്കേ, ഈ പറഞ്ഞ സൊല്യൂഷനകത്ത് ആരൊക്കെയുണ്ട്? എല്ലാവരും ശ്രദ്ധിച്ചതിനകത്ത് Cu2+ ഉണ്ട്, SO4 2- ഉണ്ട്, പിന്നെ Cu2+ ഉണ്ട്, അങ്ങനെ SO4 2- ഉണ്ട്, നിറയെ ആൾക്കാരിയ്ക്കുവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 ഇലക്ട്രോൺസ് വന്നില്ലേ? യെസ്. ഈ 2 ഇലക്ട്രോൺസ്, ഒത്തിരി ഇലക്ട്രോൺസ് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും? ഈ കോപ്പർ അയോണിലോട്ട് പോകും. അങ്ങനെ Cu2+ 2 ഇലക്ട്രോൺസ് എന്തായി മാറും? കോപ്പർ ആറ്റമായി മാറും. ആ കോപ്പർ ആറ്റം എവിടെ പോയി നിൽക്കും? ഈ പറയുന്ന കോപ്പർ മെറ്റലിലോട്ട് സ്റ്റിക്ക് ചെയ്യും.
ഓക്കെ അല്ലേ? യെസ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ഒബ്സർവേഷൻ കൊണ്ടുവരാൻ പറ്റും? ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ലെങ്തി അല്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, വെറുതെ ടെക്സ്റ്റ് ബുക്കിൽ കാണാതെ പഠിക്കുന്നതിനെക്കാട്ടിലും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഓക്കെ എവറി പ്രോബ്ലം ഹാസ് ബീൻ സോൾവ്. നമ്മളൊരു ഡാനിയൽ സെല്ലിനെ കൺസ്ട്രക്റ്റ് ചെയ്തു എന്ന് പറയും. ദ ഡാനിയൽ സെൽ ഹാസ് ബീൻ കൺസ്ട്രക്റ്റഡ്. പക്ഷെ അതല്ല, പ്രോബ്ലം തീർന്നില്ല. നോക്കിക്കേ, ഇപ്പോൾ ഈ സിങ്ക് ആറ്റം ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് ആ ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങോട്ട് പോയി സിങ്ക് ആറ്റം എന്തായി മാറി? സിങ്ക് അയോണായി മാറി. അപ്പോൾ സിങ്ക് അയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൊല്യൂഷൻ നിറയെ സിങ്ക് 2+ ആണ്. SO4 2- അത്രേ ഇല്ല. കാരണം സിങ്ക് 2+ഉം SO4 2- ഈക്വൽ നമ്പേഴ്സിലായിരുന്നു, അല്ലെങ്കിൽ ഈക്വൽ എമൗണ്ടിലായിരുന്നു ഈ പറയുന്ന സൊല്യൂഷനകത്ത്. പക്ഷേ സിങ്ക് മെറ്റലിൽ നിന്ന് സിങ്ക് ആറ്റംസ് ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു സിങ്ക് അയോണായി മാറിയില്ലേ? അപ്പോൾ സിങ്ക് അയോൺ പിന്നെ ഈ സൊല്യൂഷനിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ലെഫ്റ്റ് ഹാഫ് സെൽ ആരാണ് കൂടുതൽ ചാർജ് ഉള്ളത്? പോസിറ്റീവ് ചാർജ് ആണോ നെഗറ്റീവ് ചാർജ് ആണോ? അവർക്ക് പോസിറ്റീവ് ചാർജ് ആണ് കൂടുതലുള്ളത്. ഇനി എല്ലാവരും റൈറ്റ് സൈഡിലെ ഹാഫ് സെല്ലിലോട്ട് വന്ന് ഇവിടെ നോക്കിക്കുക, ഇലക്ട്രോൺസ് വന്ന് കോപ്പറുമായിട്ട് കമ്പൈൻ ചെയ്ത് കോപ്പർ ആറ്റമായി മാറി. അപ്പോൾ കോപ്പർ അയോൺസ് എല്ലാം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആരാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്? SO4 2- ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാഫ് സെൽ പോസിറ്റീവ്ലി ചാർജും റൈറ്റ് ഹാഫ് സെൽ നെഗറ്റീവ്ലി ചാർജും ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റ് എഴുതിയാലോ? യെസ്. താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് അടുത്ത പോയിന്റ് എഴുതുവാണ്. ആസ് ദിസ് പ്രോസസ് കണ്ടിന്യൂസ്, as this process continues, left half cell becomes പോസിറ്റീവ്ലി ചാർജ്ഡ്. അതിൻ്റെ കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, കേട്ടല്ലോ. ഇനി നിങ്ങളത് മനസ്സിലാക്കി പോയിന്റ് എക്സാമിന് ഇത്ര എഴുതിയാൽ മതി. അപ്പോൾ ആസ് ദിസ് പ്രോസസ് കണ്ടിന്യൂസ്, ലെഫ്റ്റ് ഹാഫ് സെൽ ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് റൈറ്റ് ഹാഫ് സെൽ ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. സംശയമൊന്നുമില്ലല്ലോ? യെസ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ ഇലക്ട്രോൺസ് റിമൂവ്ഡ് ഫ്രം ദ സിങ്ക് ആറ്റം ഫൈൻഡ്സ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു മൂവ് ഫ്രം ദ ലെഫ്റ്റ് ഹാഫ് സെൽ. അതെന്തുകൊണ്ടാണ്? നോക്കിക്കുക, ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, പക്ഷേ ഇവിടെ പോസിറ്റീവ് ചാർജ് ആണ് ഈ പറഞ്ഞ ലെഫ്റ്റ് ഹാഫ് സെൽ. ഇലക്ട്രോൺസ് ആരാണ്? നെഗറ്റീവ് ചാർജ് ആണ്. Therefore this left half cell, which is positively charged half cell, tries to attract this negatively charged electrons, thereby disabling its movement to other half cell. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഈ പോയിന്റ് എന്താ? ആസ് ദിസ് പ്രോസസ് കണ്ടിന്യൂ, ലെഫ്റ്റ് ഹാഫ് സെൽ ബിക്കംസ് പോസിറ്റീവ്ലി ചാർജ്, റൈറ്റ് ഹാഫ് സെൽ ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ് ആൻഡ് ഇലക്ട്രോൺസ് ആർ ഹെൽഡ് by attractive force from the left half cell and electrons, and the movement of electron is restricted, and the mobility movement എന്ന് പറയരുത്, and the mobility of electron is restricted. അങ്ങനെ എന്തായി മാറും? കറണ്ട് എന്തായി മാറും? 0 ആയി മാറും. കറണ്ട്, കാരണം ഇലക്ട്രോൺസ് ഫ്ലോസ് ഇലക്ട്രോൺസിനെല്ലാം ആര്? പോസിറ്റീവ്ലി ചാർജ് ചെയ്യുന്ന അട്രാക്ട്. അതാണ് ഇലക്ട്രോൺസ് ആർ ഹെൽഡ് ബൈ അട്രാക്റ്റീവ് ഫോഴ്സ് ഫ്രം ദ ലെഫ്റ്റ് ഹാഫ് സെൽ ആൻഡ് ദ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഇസ് റെസ്ട്രിക്റ്റഡ്, ദെർബൈ കറണ്ട് ഈക്വൽസ് ടു 0. ബട്ട് ദിസ് ഷുഡിൻ ഹാപ്പൻ. കറണ്ട് മസ്റ്റ് ബി നോട്ട് ഈക്വൽ ടു 0. അത് സംഭവിക്കണം. കറണ്ട് ഒരിക്കലും 0 ആകാൻ പാടില്ല. അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് എന്ത് ചെയ്യണം? വി ആർ കൺസ്ട്രക്റ്റിംഗ് അനദർ സെറ്റപ്പ്. വേറെ ഒരു സെറ്റപ്പും കൂടെ കൊണ്ടുവരും. എന്താണെന്നറിയോ? സോൾട്ട് ബ്രിഡ്ജ്. അപ്പോൾ ടു കോമ്പൻസേറ്റ് ദിസ് പ്രോബ്ലം we require a salt bridge. ഓക്കെ അല്ലേ? അതെന്തുവാ? എല്ലാവരും ശ്രദ്ധിച്ച്, ഇതാണ് നമ്മുടെ സോൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, യെസ്. ഈ സോൾട്ട് ബ്രിഡ്ജിനകത്ത് എന്താണെന്നറിയാമോ? ഈ സോൾട്ട് ബ്രിഡ്ജിനകത്ത് അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം ക്ലോറൈഡ് ആവാം, സോഡിയം ക്ലോറൈഡ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ദ സോൾട്ട് ബ്രിഡ്ജ് കണ്ടെയ്ൻസ്, ഓക്കെ സ്റ്റുഡൻസ്, യെസ്, salt bridge contains aqueous, AQ എന്ന് എഴുതുവാണ്, aqueous solution of potassium chloride. എന്ന് പറയുമ്പോൾ എന്താണ്? K+ഉം അതുപോലെ തന്നെ Cl- അവർക്കുണ്ട്. പൊട്ടാസ്യം അയോൺസും ഉണ്ട്, ക്ലോറിൻ അയോൺസും ഉണ്ട്. K+ ഉണ്ട്, പിന്നെ ആരുണ്ട്? Cl- ഉണ്ട്. ഈ പറയുന്ന ഒരു സോൾട്ട് ബ്രിഡ്ജ്, അല്ലെങ്കിൽ ഒരു ട്യൂബ് പോലെ, മനസ്സിലായത്? സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ട്യൂബ് പോലെ, മനസ്സിലായി? ഇൻവേർട്ടഡ് യു ട്യൂബാണത് ശരിക്കും പറഞ്ഞാൽ സോൾട്ട് ബ്രിഡ്ജ്. ആ ഇൻവേർട്ടഡ് യു ട്യൂബിനകത്ത് അക്വസ് സൊല്യൂഷൻ ഓഫ് ആരെ വെച്ചേക്കുവാണ്? പൊട്ടാഷ്യം ക്ലോറൈഡിനെ വെച്ചേക്കുവാണ്. എന്നിട്ട് ശരിക്കും പറഞ്ഞ് ഇതിനകത്ത് നമ്മളൊരു കോട്ടൺ വെച്ചിട്ടുണ്ട്. കോട്ടൺ വെച്ചിട്ട് ഇത് അടച്ച് വെച്ചേക്കുക, കേട്ടല്ലോ. എന്ന് വെച്ചാൽ അങ്ങോട്ട് താരോട്ട് ഫ്ലോ ആവാതിരിക്കാൻ വേണ്ടി, സൊല്യൂഷൻ താരോട്ട് ഫ്ലോ ആവാതിരിക്കാൻ വേണ്ടി ഒരു കോട്ടൺ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ കോട്ടൺ ഒരു എന്താണ്?
അതിന് കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഈ പറയുന്ന അയോൺസിന് താഴോട്ട് സൊല്യൂഷനിലോട്ട് വരാൻ പറ്റും. അയോൺസിന് എന്ന് നമ്മുടെ ആ സൊല്യൂഷൻ കംപ്ലീറ്റ്ലി താഴോട്ട് പോകാനല്ല, ആ സൊല്യൂഷനകത്തുള്ള അയോൺസിന് ഈ പറയുന്ന റെസ്പെക്റ്റീവ് ഹാഫ് സെൽസിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അടുത്ത പോയിന്റ് എല്ലാവരും പറഞ്ഞേ, കെ പ്ലസ് മൂവ്സ് ഇൻ ടു റൈറ്റ് ഹാഫ് സെൽ അല്ലേ? കാരണം ഇത് കംപ്ലീറ്റ്ലി എന്താ, റൈറ്റ് ഹാഫ് സെൽ നെഗറ്റീവ്ലി ചാർജ്. കാരണം എന്താണ്, കോപ്പർ അയോൺസ് എല്ലാം ആറ്റമായി മാറുമ്പം സൾഫർ അയോൺസ് മാത്രമേ ഉള്ളൂ, സൾഫേറ്റ് അയോൺസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, SO4 2- മാത്രമേ ഉള്ളൂ. അപ്പം SO4 2- നെഗറ്റീവ്ലി ചാർജ്. അപ്പോൾ കെ പ്ലസ് അല്ലേ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ കെ പ്ലസ് മൂവ്സ് ഇൻ ടു റൈറ്റ് ഹാഫ് സെൽ, thereby compensating the charge അല്ലേ, അല്ലെങ്കിൽ thereby compensating the negative charge. അപ്പോൾ അതുപോലെ തന്നെ സിമിലർലി എന്താ സംഭവിക്കുന്നത്? സിമിലർലി Cl- മൂവ്സ് ഇൻ ടു ലെഫ്റ്റ് ഹാഫ് സെൽ. നമുക്ക് വേണ്ടി വരാട്ടോ, ലെഫ്റ്റ് ഹാഫ് സെല്ലിലോട്ട് മൂവ് ചെയ്തിട്ട് ആൻഡ് കോമ്പൻസേറ്റ് ദ പോസിറ്റീവ് ചാർജ്. അങ്ങനെ പോസിറ്റീവ് ചാർജിനെ അവർ കോമ്പൻസേറ്റ് ചെയ്യുകയും thereby കണ്ടിന്യൂയിങ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ എന്താണ്, ഈ Cl- എല്ലാം ഇങ്ങോട്ട് വന്നു. എല്ലാവരും ശ്രദ്ധിച്ച്, ഈ Cl- എല്ലാം ഇങ്ങോട്ട് വരുമ്പം Zn2+ഉം Cl- കൂടെ കമ്പൈൻ ചെയ്ത് അവിടെ അയോൺ ഇല്ലാണ്ടാകും. എന്ന് വെച്ചാൽ ആ ഒരു പോസിറ്റീവ് ചാർജ് കുറയ്ക്കുന്നു. പോസിറ്റീവ് ചാർജ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയ്ക്ക് പ്രശ്നമൊന്നും കാണാം. പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ടാണ് ഇലക്ട്രോൺസിനെ അവർ ഹെൽഡ് ചെയ്ത് വെച്ചത്. അപ്പോൾ പോസിറ്റീവ് ചാർജ് കുറഞ്ഞപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സിന് ആരുമില്ല. അപ്പോൾ ഇലക്ട്രോൺസിന് ഈസിലി മൂവ് ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റും. അപ്പോൾ thereby continuing the flow of electrons. Therefore current not equal to 0. ഓക്കെ അല്ലേ? യെസ്, ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സെറ്റപ്പ് ഓഫ് ഡാനിയൽ സെൽ. പക്ഷേ ഒരു പ്രശ്നമൊന്നുമല്ല, ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങ് ഉടനീളം അൺലിമിറ്റഡ് ടൈമിലേക്ക് ഇത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. കാരണം ശ്രദ്ധിക്കേണ്ട കാര്യം, സിങ്ക് മെറ്റലിൽ നിന്നുള്ള സിങ്ക് ആറ്റംസ് ഒക്കെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? സിങ്ക് മെറ്റൽ അങ്ങ് തിന്നായി മാറിക്കൊണ്ടിരിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മനസ്സിലായി? അവരും കട്ടി കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതേ സ്ഥാനത്ത് കോപ്പർ അയോൺസ് ഇലക്ട്രോൺസിനെ എല്ലാം ലൂസ് ചെയ്തിട്ട് ആ കോപ്പർ ആറ്റമായി മാറുന്നവരെല്ലാം കോപ്പർ മെറ്റലിലോട്ട് കയറി പോവുക. അപ്പോൾ കോപ്പർ ആറ്റം വീർത്ത് വരും. സിങ്ക് മെറ്റലിൻ്റെ വണ്ണം കുറയുകയും ചെയ്യും, കോപ്പർ മെറ്റലിൻ്റെ വണ്ണം കൂടുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു സമയം വരെ ഈ റിയാക്ഷൻ കണ്ടിന്യൂ, ദിസ് പ്രോസസ് അല്ലെങ്കിൽ ദിസ് റിയാക്ഷൻ വിൽ ഗോസ് കണ്ടിന്യൂസ് സ്റ്റിൽ എത്ര സമയം വരെ? ഈ പറയുന്ന സിങ്ക് മെറ്റൽ ബിക്കംസ് തിൻ ആൻഡ് തിൻ ആൻഡ് ഇഫ് ദ കോപ്പർ മെറ്റൽ ബിക്കംസ് തിക്കർ ആൻഡ് തിക്ക്. അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും, ഇതിങ്ങനെ ചെറുതായിക്കൊണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഈ അക്യൂസ് സൊല്യൂഷൻ ഉണ്ടല്ലോ, സോൾട്ട് ബ്രിഡ്ജ്, ആ സോൾട്ട് ബ്രിഡ്ജിനകത്തുള്ള അയോൺസ് എല്ലാം തീർന്നു കഴിയുമ്പോഴും ഈ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ആ പോയിന്റ് കൂടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതാം. ദിസ് റിയാക്ഷൻ വിൽ കണ്ടിന്യൂസ്. അപ്പം this chemical reaction continues till the ions in salt bridge gets depleted or the zinc metal becomes very thin. അത് ഭയങ്കര തിന്നായി മാറും. അതല്ലാന്നുണ്ടെങ്കിൽ കോപ്പർ മെറ്റൽ ബിക്കംസ് വെരി തിക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ ദ കെമിക്കൽ റിയാക്ഷൻ കണ്ടിന്യൂസ് ടിൽ ദ അയോൺസ് ഇൻ സോൾട്ട് ബ്രിഡ്ജ് ഗെറ്റ്സ് ഡിപ്ലീറ്റഡ്, അല്ലെങ്കിൽ ദ കെമിക്കൽ റിയാക്ഷൻ കണ്ടിന്യൂസ് ടിൽ ദ സിങ്ക് മെറ്റൽ ബിക്കംസ് വെരി വെരി തിൻ ഓർ ദ കോപ്പർ മെറ്റൽസ് ബിക്കം വെരി വെരി തിക്ക്. അത്രയും സമയം, കാരണം ബാറ്ററി ഇങ്ങനെ വീർത്ത് വന്ന് ഈ ഡാനിയൽ സെല്ല് ഇങ്ങനെ വീർത്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് നിർത്തണം. മനസ്സിലായില്ലേ? മാക്സിമം അവർക്ക് ഒക്യുപ്പൈ, ഈ പറഞ്ഞ സിങ്ക് കോപ്പർ മെറ്റൽസിനകത്ത് കോപ്പർ ആറ്റം ഒക്യുപ്പൈ എന്ന ലിമിറ്റ് കഴിഞ്ഞ് അതിങ്ങനെ വീർത്ത് വരും. അതുവരെ ഈ പറഞ്ഞ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ അല്ലേ? ദിസ് ഈസ് എ കംപ്ലീറ്റ് സെറ്റപ്പ് ഓഫ് ഡാനിയൽ സെൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഡാനിയൽ സെല്ലിനകത്ത് മെയിൻ 2 റിയാക്ഷൻസ് ആണുള്ളത്. എന്താണ്? സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ എന്ത് സംഭവിക്കുന്നു? അവിടെ ഓക്സിഡേഷൻ, സിങ്ക് 2++2 ഇലക്ട്രോൺസായി മാറുന്നു. റൈറ്റ് സൈഡിൽ എന്താണ്? കോപ്പർ 2 അയോൺസ് 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തിട്ട് കോപ്പർ മെറ്റലായി മാറുന്നു. അപ്പം ഇത് എസ്, ഇത് അക്വസ്, ഇത് എസ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നോക്കിക്കുക, നമ്മൾ ഈ റിയാക്ഷനെ, ഇപ്പോൾ ഈ റിയാക്ഷൻസ് രണ്ടുപേരും പാരലലി സൈമിൾട്ടേനിയസ്ലി നടക്കുന്ന ഒരു റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഇവരെ കമ്പൈൻ ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സിങ്ക് പ്ലസ് Cu2+ എന്താണ് നൽകുന്നത്? Zn2++Cu. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സെൽ ഇക്വേഷൻ. ഇനി ഓരോ സെല്ലിനെയും ഡാനിയൽ സെല്ലാണ്. ഡാനിയൽ സെല്ലിനകത്ത് ആരൊക്കെയാണുള്ളത്? സിങ്കും കോപ്പറുമാണ്. അപ്പോൾ ഡാനിയൽ സെൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ഡാനിയൽ സെൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കിക്കേ, ലെഫ്റ്റ് സൈഡിൽ എന്താ? Zn bar Zn2+,
ഡബിൾ ബാർ Cu2 പ്ലസ് ബാർ Cu. ഇതാണ് ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ. അതായത് ശ്രദ്ധിക്കേണ്ടത് ഈ ഡബിൾ ബാർ കണ്ട് അത് ഉദ്ദേശിക്കുന്ന സോൾട്ട് ബ്രിഡ്ജിനെയാണ്. മനസ്സിലായല്ലോ? എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാഫ് സെല്ലും ലെഫ്റ്റ് ഹാഫ് സെല്ലും തമ്മിലുള്ള സെപ്പറേഷനാണ് ഈ പറയുന്ന സോൾട്ട് ബ്രിഡ്ജ്. അതിനകത്ത് ഈ പറഞ്ഞ സിംഗിൾ ബാർ എന്ന് ഉദ്ദേശിക്കുന്ന മെറ്റൽസിനെയും അയോൺസിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ലെഫ്റ്റ് സെല്ല് സിങ്ക് മെറ്റൽ അല്ലെങ്കിൽ സിങ്ക് ആറ്റം സിങ്ക് അയോണായി മാറുകയായിരുന്നു. റൈറ്റ് ഹാഫ് സെല്ല് കോപ്പർ അയോൺസ് കോപ്പർ ആറ്റമായി മാറുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു സെല്ല് തന്നിട്ട് ഈ ഒരു റെപ്രസെൻറ്റേഷൻ തന്നിട്ട് ഇത് ഏത് സെല്ലാണ്, ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇത് ഏത് സെൽ എന്നാൽ ഇതിനെ ചൊല്ലി ഇങ്ങനത്തെ റെപ്രസെൻറ്റേഷൻ ഇതിനെ ചൊല്ലി ആയിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കണം യെസ് ദിസ് ഇസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഡാനിയൽ സെൽ എന്നുള്ളത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതോടുകൂടി ദ കംപ്ലീറ്റ് അനാലിസിസ് ഓഫ് ഡാനിയൽ സെൽ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരിക്കും പറഞ്ഞാൽ ലെങ്തി പ്രൊസീജിയർ ആണെങ്കിൽ കൂടി വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് മൊത്തത്തിൽ മനസ്സിലാക്കുന്ന ആ ഒരു സെറ്റപ്പാണ്. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾക്ക് ഇത്രയും പഠിക്കാൻ ഞാൻ നോക്കിയിട്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. കാരണം എന്താണ്, ഒരു ഡാനിയൽ സെല്ലിൻ്റെ തുടക്കം ഈ പറയുന്ന ഒരു ആറ്റവും ഒരു അയോണിൽ നിന്നാണ്. അപ്പോൾ എന്താണ്, 2 ഇലക്ട്രോൺസ് ഫ്ലോ ആയി. അപ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാവണമെങ്കിൽ സഫീഷ്യൻ്റ് എമൗണ്ട് ഓഫ് സിങ്ക് ആറ്റവും അതുപോലെ തന്നെ കോപ്പർ അയോൺസും ഉണ്ടാവണം. അപ്പോൾ സിങ്ക് ആറ്റം എവിടെയാണ് കിട്ടുന്നത്? സിങ്ക് മെറ്റലിൽ നിന്ന്. കോപ്പർ അയോൺസ് എവിടെ നിന്ന് കിട്ടും? കോപ്പർ സൾഫേറ്റിൽ നിന്ന്. അപ്പോഴും എന്താണ്, സിങ്ക് ആറ്റം അയോണായി മാറുമ്പോൾ അയോൺ സിങ്ക് ആറ്റത്തിൽ സ്റ്റിക്കോ ഇല്ല. അയോൺ എപ്പോഴും എവിടെ ആയിരിക്കണം? സൊല്യൂഷനിൽ ഉണ്ടാവണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എന്താണ്, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കി. ഇനി കോപ്പർ അയോൺസ് 2 ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ ആറ്റമായി മാറും. ആറ്റത്തിന് സൊല്യൂഷനിൽ നിലനിൽപ്പുണ്ടോ? ഇല്ല. അതിനുവേണ്ടി എന്തുണ്ട്? കോപ്പർ മെറ്റലുണ്ട്. അതോടെ ആ ഒരു പ്രശ്നം തീർന്നു. പക്ഷെ എന്താണ്, സിങ്ക് ആറ്റം സിങ്ക് അയോണായി മാറുമ്പോൾ ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ് ചാർജ്ഡായി മാറുന്നു. കോപ്പർ അയോൺസ് കോപ്പർ ആറ്റമായി മാറിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ സൾഫേറ്റ് മാത്രമാണ്. അപ്പോൾ അത് നെഗറ്റീവ് ചാർജായി മാറും. ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയിനെ സമ്മതിക്കുന്നത്, കാരണം ഇലക്ട്രോൺസിനെ പിടിച്ചു വെച്ചേക്കുവാണ് അവർ. അപ്പോൾ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സോൾട്ട് ബ്രിഡ്ജിനെ കൊണ്ടുവന്നു. സോൾട്ട് ബ്രിഡ്ജ് എന്ത് ചെയ്യും? KCl ആണ്. Cl മൈനസ് അയോൺസ് എല്ലാം തന്നെ ഈ പറഞ്ഞ ലെഫ്റ്റ് ഹാഫ് സെല്ലോട്ട് ഒഴുകി സിങ്കുമായിട്ട് കമ്പൈൻ ചെയ്യും. ഓക്കെ അല്ലേ? അത് സൊല്യൂഷനിൽ കിടക്കും. അപ്പോൾ അവിടുത്തെ ഈ പറഞ്ഞ പോസിറ്റീവ് ചാർജ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇലക്ട്രോൺസ് ഈസിലി ഫ്ലോ ചെയ്യാമല്ലോ? ഫ്ലോ ചെയ്യാം. ഇതാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാനിയൽ സെൽ. ഓക്കെ അല്ലേ? സംശയമൊന്നും ഇല്ലല്ലോ? അപ്പോൾ ഇതിനകത്ത് ഈ റിയാക്ഷൻസ് ഏതാണ് ഓക്സിഡേഷൻ ഏതാണ് റിഡക്ഷൻ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇതോടുകൂടി നമ്മുടെ ഡാനിയൽ സെൽ അവസാനിച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? യെസ്. ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ സെൽസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നേരത്തെ പഠിച്ച നമ്മുടെ ഡാനിയൽ സെൽ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റിവേഴ്സിബിൾ സെൽ. ഓക്കെ അല്ലേ? യെസ്. പറയാം കേട്ടോ. ഡാനിയൽ സെൽ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റിവേഴ്സിബിൾ സെൽസ്. വൈ? പറഞ്ഞുതരാം. അപ്പോൾ ബേസിക്കലി ഡാനിയൽ സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൽ EMF എന്ന് പറയുന്നത് 1.1 വോൾട്ട് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഡാനിയൽ സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ടെക്നിക്കലി കറക്റ്റ്. ഓക്കെ അല്ലേ? ടെക്നിക്കലി കറക്റ്റ് രണ്ടും ഉപയോഗിക്കും, പക്ഷേ നമുക്ക് എളുപ്പം അതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.1 വോൾട്ട് ആണ്. അതെങ്ങനെയാണ് മിസ്റ്റേക്ക് കിട്ടിയത്? ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് E0 ഓഫ് സെൽ എന്ന് പറയുന്നത് കാഥോഡ് പൊട്ടൻഷ്യൽ മൈനസ് ആനോഡ് പൊട്ടൻഷ്യലാണ്. ഈ പറയുന്ന ഇക്വേഷനൊക്കെ ഭയങ്കര റിലവൻസ് ആണ്. അത് നമ്മൾ ഈ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ സെൽസിനകത്ത് പഠിക്കുന്നത് ഫർദർ ആയിട്ടുള്ള സെക്ഷൻസിൽ പഠിക്കും. പക്ഷേ ജസ്റ്റ് നിങ്ങൾ ഈ 1.1 വോൾട്ട് എങ്ങനെ കിട്ടിയെന്നൊക്കെ ഉള്ള നമ്മൾ ഫർദർ ആയിട്ട് പഠിക്കും. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് മനസ്സിലാക്കുക, ഡാനിയൽ സെൽ എന്ന് പറയുമ്പോൾ റിവേഴ്സിബിൾ സെല്ലിൻ്റെ എക്സാമ്പിളാണ്. ഡാനിയൽ സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1.1 വോൾട്ട് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈ ഡാനിയൽ സെൽ ഇസ് സെഡ് ടു ബി റിവേഴ്സിബിൾ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതൊരു സെല്ലും റിവേഴ്സിബിൾ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദർ ആർ 3 കണ്ടീഷൻസ് ഫോർ ഇറ്റ്സ് റിവേഴ്സിബിലിറ്റി. മനസ്സിലായല്ലോ? ഇഫ് എ സെൽ ഹാസ് ടു ബി റിവേഴ്സിബിൾ ദെൻ ഇറ്റ് ഷുഡ് ഫോളോ ദീസ് 3 കണ്ടീഷൻസ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ആ റിവേഴ്സിബിലിറ്റി കണ്ടീഷൻസിൽ വരുന്നതിനെക്കാട്ടും മുമ്പ് നമ്മൾ ഡാനിയൽ സെല്ലിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതിക്കോട്ടെ ഞാൻ. ഡാനിയൽ സെല്ലിൻ്റെ ഇക്വേഷൻ എന്താണ്? Zn plus Cu2 plus gives Zn2 plus copper. ഓക്കെ അല്ലേ? സോളിഡ് aqueous സോളിഡ്. ഓക്കെ അല്ലേ? ഈ റിയാക്ഷൻ സംശയം നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു റിയാക്ഷനാണ്. അപ്പം ഇഫ് അറ്റ് ഓൾ എനി സെൽ has to follow whether this cell is if this cell has to be reversible or irreversible, there are 3 conditions of reversibility to be followed for the cell to become
a reversible cell. Okay അല്ലേ? അപ്പോൾ 3 conditions of reversibility, 3 conditions of reversibility to be followed for any cell to be termed reversible or as follows. എന്ന് പറഞ്ഞാൽ ഈ 3 കണ്ടീഷൻസ് ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന സെല്ല് റിവേഴ്സിബിൾ ആണെന്ന് പറയത്തുള്ളൂ. ആ 3 കണ്ടീഷൻസിനാണ് കണ്ടീഷൻസ് ഓഫ് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം, ഇതാണ് നമ്മുടെ സെൽ പൊട്ടൻഷ്യൽ 1.1 വോൾട്ട്. ഓക്കെ അല്ലേ? വെൻ ആൻ എക്സ്റ്റേണലി അപ്ലൈഡ് വോൾട്ടേജ്, വെൻ ആൻ എക്സ്റ്റേണൽ അപ്ലൈഡ് വോൾട്ടേജ്, ശ്രദ്ധിച്ചോണം 1.1 വോൾട്ട് നമ്മുടെ സെൽ വോൾട്ടേജും, ഇനിയിപ്പം വെൻ എക്സ്റ്റേണലി അപ്ലൈഡ് വോൾട്ടേജ് എക്സാക്ട്ലി ഈക്വൽ ടു സെൽ വോൾട്ടേജ്, then the cell reaction stops. Then the cell reaction stops immediately. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മുടെ വോൾട്ടേജ്, നമ്മുടെ സെല്ലിൻ്റെ, ഡാനിയൽ സെല്ലിൻ്റെ ഒറിജിനൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 1.1 വോൾട്ടാണ്. ഇനി നമ്മൾ എക്സ്റ്റേണലി ഒരു സപ്ലൈ കൊടുക്കുന്നു, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്, അത് എക്സാക്ട്ലി ഈക്വൽ ടു സെൽ വോൾട്ടേജ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മുടെ ഈ റിയാക്ഷൻ, ഇതാണ് നമ്മുടെ മെയിൻ റിയാക്ഷൻ, ഈ സെൽ റിയാക്ഷൻ, ഇതാണ് നമ്മുടെ സെൽ റിയാക്ഷൻ കേട്ടല്ലോ, ആ സെൽ റിയാക്ഷൻ ഇമ്മീഡിയറ്റ്ലി സ്റ്റോപ്പ് ആവുന്നു. അതാണ് ഒരു കണ്ടീഷൻ. അപ്പം നമ്മളൊരു സെല്ലെടുത്തു, വേറെ ഇപ്പോൾ ഡാനിയൽ സെല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സെല്ലെടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന അവരുടെ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നു. ആ സെൽ പൊട്ടൻഷ്യൽ ഈക്വൽ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് നമ്മൾ കൊടുക്കുകയാണ് എക്സ്റ്റേണലെങ്കിൽ, ആ സമയത്ത് നമ്മുടെ റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം 3 കണ്ടീഷൻസ് ഓഫ് റിവേഴ്സിബിലിറ്റിയിൽ ആദ്യത്തെ കണ്ടീഷൻ ഫോളോ ചെയ്തെന്ന്. ഓക്കെ അല്ലേ? യെസ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഓഫ് റിവേഴ്സിബിലിറ്റി. രണ്ടാമത്തെ കണ്ടീഷൻ ഓഫ് റിവേഴ്സിബിലിറ്റി എന്ന് വെച്ചാൽ വെൻ ആൻ എക്സ്റ്റേണൽ അപ്ലൈഡ് വോൾട്ടേജ് ഈസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ that of cell voltage, slightly, വളരെ ചെറിയൊരു വാല്യൂ, ഇപ്പോൾ 1.1നേക്കാട്ട് കുറച്ചും കൂടെ സ്വല്പം കൂടുതലായിട്ടുള്ള വോൾട്ടേജ് ആണ് എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ then the cell reaction gets reversed. അത് പറഞ്ഞുതരാം. and the current starts to flow in reverse order. That is from external source to cell. എന്ന് പറഞ്ഞാൽ ശരിക്കും കറണ്ട് ഒഴുകേണ്ട സെല്ലിൽ നിന്ന് എക്സ്റ്റേണൽ സോഴ്സിലോട്ടാണ് കറണ്ട് ശരിക്കും ഒഴുകേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആ പോയിന്റ് പറയാനുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് നമ്മുടെ സെൽ വോൾട്ടേജിനെക്കാൾ സ്വല്പം കൂടുതലാണെങ്കിൽ സെൽ റിയാക്ഷൻ റിവേഴ്സ്ഡ് ആവുമെന്ന്. എന്ന് പറഞ്ഞാൽ സെൽ റിയാക്ഷൻ എന്തായി മാറും? Zn2 പ്ലസ് Cu എന്ത് നൽകും നമുക്ക്? Zn പ്ലസ് Cu2 ആയി മാറും. കണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ റിയാക്ഷൻ, ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള സെൽ റിയാക്ഷൻ. അതാണോ ഇവിടെ സംഭവിച്ചത്? ഇല്ല, നമ്മുടെ സെൽ റിയാക്ഷൻ റിവേഴ്സ്ഡ് ആയി. കണ്ടല്ലോ, നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് നമ്മുടെ സെൽ വോൾട്ടേജാണ് സ്വല്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൽ റിയാക്ഷൻ റിവേഴ്സ്ഡ് ആയി. കണ്ടല്ലോ, റിവേഴ്സ്ഡ് സെൽ റിയാക്ഷൻ, അത് ബ്രാക്കറ്റിൽ എഴുതിക്കോട്ടെ, റിവേഴ്സ്ഡ് cell reaction and the current starts to flow in reverse order. That's from external source നിന്ന് സെല്ലിലോട്ടായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഓക്കെ റിവേഴ്സിബിലിറ്റി ആവാൻ പോകുന്നു, ആ സെൽ റിവേഴ്സിബിൾ ആണെന്ന് പറയാൻ പോകുന്നു. പക്ഷെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ വെൻ ആൻ എക്സ്റ്റേണൽ, ഇതാണ് മെയിൻ 2 കണ്ടീഷൻസ്, നെസസറി കണ്ടീഷൻസ്. ഇതും കൂടെ ഉണ്ടെങ്കിൽ സഫീഷ്യൻ്റ് ആയി മാറും. ഓക്കെ അല്ലേ? അപ്പോൾ ബേസിക്കലി ഇങ്ങനെ നമുക്ക് എഴുതാം, ഈ 2 കണ്ടീഷൻ എന്ന് വെച്ചാൽ നെസസറി കണ്ടീഷൻസ് ആണ്. ഇവ രണ്ടുപേരും ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സിബിൾ ആണെന്ന് പറയാനേ പറ്റത്തില്ല. ഓക്കെ അല്ലേ? ഈ പറയാൻ പോകുന്ന മൂന്നാമത്തെ കണ്ടീഷൻ നെസസറി അല്ല, ഇറ്റ്സ് എ സഫീഷ്യൻ്റ് കണ്ടീഷൻ, ഉണ്ടായാൽ നല്ലതായിരിക്കും എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെൻ ആൻ എക്സ്റ്റേണൽ അപ്ലൈഡ് വോൾട്ടേജ് ഈസ് സ്ലൈറ്റ്ലി lower than that of the cell voltage,
lower than that of cell voltage, then the reaction, then the original cell reaction continues, then the original cell reaction continues but in a slower pace. കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും, but in a slower pace, and the current will be also less, and the current will be also less, and it flows in original direction then, and it flows from cell to external source. ഓക്കെ അല്ലേ? ശരിക്കുള്ള ഡയറക്ഷൻ ഇതാണ്, സെല്ലിൽ നിന്ന് എക്സ്റ്റേണൽ സോഴ്സിലോട്ടാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് 1.1 സ്വല്പം കുറവാണെന്നുണ്ടെങ്കിൽ റിയാക്ഷനൊക്കെ നടക്കും ഒറിജിനൽ റിയാക്ഷന്. ഒറിജിനൽ സെൽ റിയാക്ഷൻ ഏതാണ്? ഒറിജിനൽ സെൽ റിയാക്ഷൻ്റെ മോളിൽ കാണുന്നത് അതാണ് ഒറിജിനൽ സെൽ. ആ സെൽ റിയാക്ഷൻ നടക്കും, പക്ഷേ സ്ലോവർ പേസിലായിരിക്കും നടക്കുന്നത്. പിന്നെ കറണ്ട് ഫ്ലോയും കുറവായിരിക്കും, പക്ഷേ കറണ്ട് ഫ്ലോ ഒഴുകുന്നത് സെയിം ഡയറക്ഷനാണ്, സെല്ലിൽ നിന്നും എക്സ്റ്റേണൽ സോഴ്സിലോട്ടാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുമ്പം സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. മറ്റേത് രണ്ടെണ്ണമാണ് മെയിൻ കണ്ടീഷൻ. ഓക്കെ, നെസസറി. അവരില്ലാന്നുണ്ടെങ്കിൽ ഇഫ് ദീസ് ടു കണ്ടീഷൻസ് ആർ നോട്ട് ഫോളോഡ്, മീൻസ് ഇഫ് ദീസ് ടു കണ്ടീഷൻസ്, ഇത് ഫസ്റ്റും ഇത് സെക്കൻഡും, ഇഫ് ദ നെസസറി കണ്ടീഷൻസ് ആർ നോട്ട് ഫോളോഡ് ദെൻ ദ സെൽ ഈസ് ടേം ടു ബി ആസ് ഇറിവേഴ്സിബിൾ സെൽ. ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു പോയിന്റ് എല്ലാവരും എഴുതിക്കേ. ഇഫ് എനി സെൽ which do not follow the necessary condition are termed to be as irreversible cell. ഓക്കെ അല്ലേ സ്റ്റുഡൻസ്? അവരെയാണ് ഇറിവേഴ്സിബിൾ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ മിസ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പം ഇതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, കൺസിഡർ എ സെൽ വിത്ത് സിങ്ക് ആൻഡ് സിൽവർ ഇലക്ട്രോഡ് ഇമേഴ്സ്ഡ് ഇൻ സൾഫ്യൂരിക് ആസിഡ്. സിങ്ക് ആൻഡ് സിൽവർ ഇലക്ട്രോഡ് immersed in sulfuric acid. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേ, ഞാൻ എഴുതിയതുപോലെ തന്നെ സിങ്ക് ആൻഡ് സിൽവർ ഇലക്ട്രോഡ് is immersed in sulfuric acid. Then the two electrodes are connected via a wire. Then the following reaction happens. എന്നിട്ട് ഈ ഫോളോയിങ് റിയാക്ഷൻ നടക്കുകയാണ്. എന്താണ് റിയാക്ഷൻ എന്നറിയാമോ? ശരിക്കും പറഞ്ഞാൽ രണ്ട് പേരില്ലേ, സിങ്കും ഉണ്ട് സിൽവർ ഇലക്ട്രോഡും. എവിടെയാണ് വെച്ചേക്കുന്നത്? സൾഫ്യൂരിക് ആസിഡിനകത്താണ് വെച്ചേക്കുന്നത്. അപ്പം ഞാൻ ആ ഫിഗർ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. നോക്കിക്കേ, ഇത് നമ്മുടെ സൾഫ്യൂരിക് ആസിഡിൻ്റെ സൊല്യൂഷനുള്ളതാണ്. നമുക്ക് എന്തുണ്ട്? ഒരു സിങ്ക് ഇലക്ട്രോഡ് ഉണ്ട്, പിന്നെ ആരുണ്ട്? നമുക്കൊരു സിൽവർ ഇലക്ട്രോഡും ഉണ്ട്. ഓക്കെ അല്ലേ? ഇതാരാണ്? സിങ്ക് ഇലക്ട്രോഡും ഇതാരാടോ? സിൽവർ ഇലക്ട്രോഡും. ഇവിടെ എന്തുവാണുള്ളത്? സൾഫ്യൂരിക് ആസിഡ്, ദാറ്റ് ഈസ് H2SO4 ആണ്. മീൻസ് H2 അയോൺസും SO4 അയോൺസും ആയിട്ട് നിൽക്കുകയാണ്. ഇവരെ നമ്മൾ എന്താണ്? ഒരു വയർ വഴി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ ബൾബ് കൊടുക്കുക, അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ കൊടുക്കുക. അതൊക്കെ ഇപ്പോൾ സപ്പോസ് വയർ വഴി കണക്ട് ചെയ്തിരിക്കണം. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഫോളോയിങ് റിയാക്ഷൻ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, സിങ്ക് എന്ത് ചെയ്യും? സിങ്ക് ഡിസോൾവ്സ് ഇൻ ടു ദ സൊല്യൂഷൻ. സിങ്ക് ആറ്റം എന്ത് സംഭവിക്കും? ഈ സിങ്ക് ഇലക്ട്രോൺ, അത് സിങ്ക് മെറ്റൽ അല്ലേ? സിങ്ക് മെറ്റൽ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തിട്ട് സിങ്ക് അയോൺസ് ആയി മാറുകയും അത് എവിടോട്ട് ഡിസോൾവ് ആവുകയും ചെയ്യും? ഈ പറയുന്ന സൊല്യൂഷനിലോട്ട് ഡിസോൾവ് ആവുകയും ചെയ്യും. എന്നിട്ട് സിൽവർ ഇലക്ട്രോഡിൽ നിന്നും ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റഡ് ആവുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ അത് ഫോളോയിങ് റിയാക്ഷൻ ഹാപ്പൻസ് എന്ന് പറയുമ്പോൾ എന്ത് റിയാക്ഷനാണെന്ന് വെച്ചാൽ, ഇവിടോട്ട് ശ്രദ്ധിച്ച് കാണാമല്ലോ എല്ലാവർക്കും. സിങ്ക് ഗെറ്റ്സ് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് റിയാക്ഷൻസ് പറയുന്നത്. ഡിസോൾവ് ഇൻ ടു ദ സൊല്യൂഷനിലോട്ട് ഡിസോൾവ് ആവും. ആൻഡ് ഹൈഡ്രജൻ H2 ഗ്യാസ് ഈസ് ഇവോൾവ് ഫ്രം ദ സിൽവർ ഇലക്ട്രോഡ്. ഓക്കെ അല്ലേ? അപ്പം എന്നിട്ട് നമുക്ക് ആ റിയാക്ഷൻ നോക്കാം. ഇപ്പം നടന്ന സംഭവത്തിൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, സിങ്ക് പ്ലസ് H2SO4 എന്ന് പറഞ്ഞാൽ ZnSO4 പ്ലസ് H2 ഗ്യാസ്. അങ്ങനെ സിങ്ക്
സൊല്യൂഷനുമായിട്ട് ഡിസോൾവ്, സിങ്ക് അയോണായിട്ട്, മനസ്സിലായാലും 2 ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്ത് അവർ ആ ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്തിട്ട് എന്ത് കൊടുക്കും, അപ്പുറത്തെ സിൽവർ ഇലക്ട്രോഡിലോട്ട് ആ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുകയും ചെയ്യും. സിങ്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഹൈഡ്രജൻ സൾഫ്യൂരിക് ആസിഡ് അല്ലേ, അപ്പോൾ അവരുമായിട്ട് മിക്സ് ചെയ്ത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനും ഉണ്ടാക്കും. എന്നിട്ട് സൾഫ്യൂരിക് ആസിഡിന് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റഡ് ആവും. ഓക്കെ അല്ലേ? യെസ്. ഇക്വേഷൻസ് എല്ലാം കറക്റ്റ് അല്ലേ? അതെ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, സിങ്കും സിൽവർ ഇലക്ട്രോഡും ഇമേഴ്സ് ചെയ്ത് സൾഫ്യൂരിക് ആസിഡിനകത്ത് 2 ഇലക്ട്രോഡ്സിനെ വയർ കണക്ട് ചെയ്തു. ഫോളോയിങ് റിയാക്ഷൻ സംഭവിച്ചു. അപ്പോൾ ഈ റിയാക്ഷൻ നോട്ട് ചെയ്ത് എല്ലാവരും ഇനി അടുത്തെന്ന് പറയുമ്പം എന്താണ്, നമ്മൾ ഈ പറഞ്ഞ സെൽ വോൾട്ടേജിനെ നോട്ട് ചെയ്യും. സെൽ പൊട്ടൻഷ്യൽ ഈസ് ഒബ്സർവ്ഡ്. ഓക്കെ. ദെൻ വി അപ്ലൈ ആൻ എക്സ്റ്റേണൽ വോൾട്ടേജ് slightly greater than സെൽ വോൾട്ടേജ്. സെൽ വോൾട്ടേജിനാണ് കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള വോൾട്ടേജ് നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്തു. ആ സമയത്ത് എന്താ സംഭവിക്കുക എന്നറിയുന്നത് ശ്രദ്ധിച്ചോണം. ശരിക്കും എന്താ സംഭവിക്കണം അതല്ല സംഭവിക്കുന്നത്. ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സിൽവർ എന്ത് ചെയ്യും, നമ്മുടെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് ഡിസോൾവ് ആവും, സൊല്യൂഷനിലോ ഡിസോൾവ് ആവും. എന്നിട്ട് എന്തുണ്ടാവും, സിൽവർ സൾഫേറ്റ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ഹൈഡ്രജൻ ഗ്യാസ് എന്ത് ചെയ്യുമെന്നറിയാം, ഈ സിങ്ക് ഇലക്ട്രോഡിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. മനസ്സിലായാലും? ഇപ്പം നേരത്തെ സംഭവിച്ചതുപോലെ ഇവിടെ എന്താ സംഭവിച്ചത്, സിങ്ക് താരോട്ട് വന്നു, സൊല്യൂഷനുമായിട്ട് കമ്പൈൻ ചെയ്ത് സിങ്ക് സൾഫേറ്റ് ഉണ്ടാക്കി ഹൈഡ്രജൻ ഗ്യാസ് ഇവിടെ നിന്നും ഇവോൾവ് ആയി. ഇനി നമ്മൾ ഈ പറഞ്ഞ സെയിം റിയാക്ഷനകത്തോട്ട്, ഈ പറഞ്ഞ സെയിം സെല്ലിനകത്തോട്ട് നമ്മൾ എക്സ്റ്റേണലി ഒരു വോൾട്ടേജ് കൊടുക്കുന്നു. കുറച്ച് കൂടുതലായിട്ടുള്ള വോൾട്ടേജ് കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ആ സമയത്ത് എഴുതണ്ടെന്ന് പറയുമ്പോഴത്തേക്കും, ആ സമയത്ത് സിൽവർ ഗെറ്റ്സ് ഡിസോൾവ്ഡ് into the solution. സിൽവർ സൊല്യൂഷനിലോട്ട് ഡിസോൾവ് ആവുകയും ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ് H2 ഗ്യാസ് ഈസ് ഇവോൾവ്ഡ് ഫ്രം ദ സിങ്ക് ഇലക്ട്രോഡ്. അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ അല്ലേ? ഇത് ഇറിവേഴ്സിബിൾ സെല്ലാണെന്ന് കാണിക്കാനുള്ള എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിയാക്ഷൻ നോക്കിയാലോ. ശരിക്കും പറഞ്ഞാൽ 2Ag plus H2SO4 gives Ag2SO4 plus H2 ഗ്യാസ്. ഓക്കെ അല്ലേ? കാര്യങ്ങളെല്ലാം മനസ്സിലായാലും മനസ്സിലായി. പക്ഷേ ഇതായിരുന്നു ശരിക്കും ഒബ്സർവ്ഡ് ആവേണ്ടത്. നോക്കിക്കേ, ഒരു റിവേഴ്സിബിൾ സെല്ലിൻ്റെ പ്രത്യേകത എക്സാമ്പിളാണ് നമ്മുടെ ഡാനിയൽ സെൽ. ആ ഡാനിയൽ സെല്ലിനകത്ത് ഞാൻ പറഞ്ഞത് നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന വോൾട്ടേജ് നമ്മുടെ സെൽ വോൾട്ടേജിനെക്കാട്ടി കൂടുതലാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ സെൽ റിയാക്ഷൻ റിവേഴ്സ്ഡ് ആവുന്നു എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡ് ആവുന്നു, റൈറ്റ് സൈഡിലുള്ളത് ലെഫ്റ്റ് സൈഡ് ആവുന്നു. ഓക്കെ അല്ലേ? അങ്ങനെയല്ലേ Zn പ്ലസ് Cu 2 പ്ലസ് Zn 2 പ്ലസ് പ്ലസ് Cu. ഇവിടെ എന്തായി മാറി, Zn 2 പ്ലസ് പ്ലസ് Cu Zn പ്ലസ് Cu 2 പ്ലസ് ആവുന്നു. അങ്ങനെയാണ് സെൽ റിയാക്ഷൻ റിവേഴ്സ്ഡ് ആവുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ റിവേഴ്സ്ഡ് ആവുന്നുണ്ടോ? ഇല്ല. ആദ്യമേ നമ്മളൊരു സെറ്റപ്പ് കൊടുത്തപ്പോൾ സംഭവിച്ച റിയാക്ഷനാണ്. ഇതാണ് നമ്മുടെ ഒറിജിനൽ സെൽ റിയാക്ഷൻ. മനസ്സിലായല്ലോ? സിങ്ക് പ്ലസ് H2SO4 സിങ്ക് സൾഫേറ്റ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ്. പക്ഷേ നമ്മൾ കൊടുത്ത വോൾട്ടേജ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സെൽ വോൾട്ടേജ് ആയിരുന്നപ്പോൾ സംഭവിച്ചത് ഈ റിയാക്ഷനാണ്. അപ്പം സെൽ റിയാക്ഷൻ റിവേഴ്സ്ഡ് ആയോ? നോ. ദ കണ്ടീഷൻ ഓഫ് റിവേഴ്സിബിലിറ്റി ഈസ് നോട്ട് ഫോളോഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ആ പോയിന്റ് എഴുതിക്കേ. ദ കണ്ടീഷൻ ഓഫ് റിവേഴ്സിബിലിറ്റി ഈസ് നോട്ട് ഫോളോഡ്. Okay, reversibility is not followed. Therefore, this is an example of ഇറിവേഴ്സിബിൾ സെൽ. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ്. കാരണം ശരിക്കും സംഭവിക്കേണ്ടത് ഇതല്ലായിരുന്നു, ഈ റിയാക്ഷൻ റിവേഴ്സ്ഡ് ആവണമാണ്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്, നേരെ എക്സ്റ്റേണൽ വോൾട്ടേജ് കുറച്ച് കൂടിയപ്പോഴത്തേക്ക് സിൽവർ എന്ത് ചെയ്തു, സിൽവർ ഇലക്ട്രോൺസിനെ കൊടുത്തിട്ട് സിൽവർ ഈ പറഞ്ഞ സൊല്യൂഷനുമായിട്ട് മിക്സ് ആയിട്ട് സിൽവർ സൾഫേറ്റ് സൊല്യൂഷനും ഉണ്ടാക്കുന്നു. സിങ്ക് ഇലക്ട്രോഡിൽ നിന്നും ഹൈഡ്രജൻ ഗ്യാസ് ഇങ്ങനെ ബബിൾസ് ആയിട്ട് പുറത്തോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. നേരത്തെ സിങ്കിന് സംഭവിച്ചത് ഇപ്പോൾ സിൽവറിന് സംഭവിച്ചു, അല്ലാതെ ഒരിക്കലും റിയാക്ഷൻ റിവേഴ്സ്ഡ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിന് ഇറിവേഴ്സിബിൾ സെൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് 7 മാർക്സിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ സെൽസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതും ഈ പറഞ്ഞ ഡാനിയൽ സെല്ലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ടോപ്പിക് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സ്റ്റുഡൻസ്, നമ്മളിനി പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുമ്പോൾ ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ ആണ്. ഭയങ്കര സിമ്പിളാട്ടോ, വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പം ഈ പറയുന്ന കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് യു ഷുഡ് ബി പ്രിപ്പയർഡ് വിത്ത് എന്താണ്, എ കണ്ടെയ്നർ കണ്ടെയ്നിങ് ആൻ അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം അയോഡൈഡ്. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിച്ച് ഞാൻ ഓരോ പോയിന്റ് എഴുതി പോവാം. അപ്പം നമുക്കിവിടെ ഒരു കണ്ടെയ്നർ ഉണ്ട്. ഓക്കെ, യെസ്, ഇങ്ങനെ കൊടുക്കുന്ന ഒരു കണ്ടെയ്നർ. അവിടെ എന്താണുള്ളത്, പൊട്ടാഷ്യം
അയോഡൈഡ് ആണ്. ഓക്കെ അല്ലേ? പൊട്ടാഷ്യം അയോഡൈഡ് എന്ന് പറഞ്ഞാൽ KI. അപ്പോൾ എന്തുണ്ട്? അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം അയോഡൈഡ്. അപ്പം K+ ഉണ്ട്, I- ഉണ്ട്. ഒരു അക്വസ് സൊല്യൂഷനകത്ത് എപ്പോഴും അയോൺസ് ആയിട്ടായിരിക്കും നമ്മുടെ ആ സൊല്യൂഷനിൽ പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. K+I-, K+I- ആയിട്ട് കിടക്കുകയാണ്. അപ്പം നമുക്ക് എഴുതാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പം ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ പഠിക്കാൻ വേണ്ടി വി ആർ പ്ലാനിങ് എ സെറ്റപ്പ് ആണ്. നമ്മളൊരു സെറ്റപ്പ്, ഒരു അറേഞ്ച്മെൻറ്റ് കണ്ടുപിടിക്കുകയാണ്. അതിനകത്ത് വി റിക്വയർ എ കണ്ടെയ്നർ containing an aqueous solution of potassium iodide. ഓക്കെ അല്ലേ? ഇൻടു ദാറ്റ് സൊല്യൂഷൻ, ഇനി ആ ഒരു സൊല്യൂഷനകത്തോട്ട് വി ആർ ആഡിങ് സിൽവർ നൈട്രേറ്റ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡിൽ ഒരു ഡ്രോപ്പ് എന്നുള്ള കണക്കിൽ ഈ പറയുന്ന അക്വസ് സൊല്യൂഷനകത്തോട്ട് ഞാൻ എന്തിനെ ആഡ് ചെയ്യുന്നു? സിൽവർ നൈട്രേറ്റിനെ, ദാറ്റ് മീൻസ് AgNO3 ആഡ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറയുമ്പം to this mixture we now add silver nitrate. ഓക്കെ അല്ലേ? AgNO3 എന്താണ്? സിൽവർ നൈട്രേറ്റ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്, ദാറ്റ് ഈസ് 1 ഡ്രോപ്പ് പെർ സെക്കൻഡ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം AgNO3 ഒരു പാർട്ടാണ് ഒരു സെക്കൻഡ് വീഴുക എന്നുള്ള രീതിയിൽ ഒബ്സർവ് അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുക. എന്ന് വെച്ചാൽ ഒരു Agയും ഇപ്പോൾ ഒരു AgNO3 എന്ന് പറയുന്നത് ആ മിക്സ്ചറിനകത്തോട്ട് നമ്മൾ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനെ ആഡ് ചെയ്യാണ്, ലൈക്ക് ഒരു ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് അവർ ആഡ് ചെയ്യാൻ. അപ്പം AgNO3 എന്തുണ്ട്? Ag+ഉം NO3- ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഡ്രോപ്പ് 1 സെക്കൻഡിൽ ആഡ് ചെയ്യുമ്പോൾ അതിനകത്തോട്ട് എന്തോ വീഴുന്നു? ഒരു Ag+ഉം ഒരു NO3- എന്നുള്ള കണക്കിൽ വിചാരിക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഈ കണ്ടെയ്നിങ് an aqueous solution of potassium iodide. To this mixture we now add silver nitrate drop by drop, that is 1 drop per second. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന Ag+ I- കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാക്കുന്നു? ദേ ഫോംസ് സിൽവർ അയോഡൈഡ് കൊളോയിഡൽ പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ദേ ഫോംസ് എ കൊളോയിഡൽ പാർട്ടിക്കിൾ ഓഫ് സിൽവർ അയോഡൈഡ്. ഓക്കെ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പം ആഫ്റ്റർ ദിസ് the Ag+ silver ion combines with iodine ion I- to form silver, the colloidal particle, അങ്ങനെ എഴുതുന്നതായിരിക്കും കറക്റ്റ്, to form the colloidal particle of silver iodide. Okay. Why we are stressing colloidal particle? ഈ കൊളോയിഡൽ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു കൊളോയിഡൽ സിസ്റ്റം എന്ന് പറയുന്നതിനകത്ത് എന്താണ്? കുഞ്ഞു പാർട്ടിക്കിൾസ് ആണ്. ആ പാർട്ടിക്കിൾസ് എന്താണ്? ഡിസ്പേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് മീഡിയമാണ്. മനസ്സിലായോ? കുഞ്ഞു പാർട്ടിക്കിൾസ്. ആ കുഞ്ഞു പാർട്ടിക്കിൾസ് ഓഫ് നാനോമീറ്റർ റേഞ്ച്. ശരിക്കും നാനോ പാർട്ടിക്കിൾസ് ആർ ഡിസ്പേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് മീഡിയം. മനസ്സിലായല്ലോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന സിൽവർ നമ്മുടെ Ag+ I- കമ്പൈൻ ചെയ്ത് എന്താണ് ഉണ്ടാവുന്നത്? ഈ പറയുന്ന പൊട്ടാഷ്യം അയോഡൈഡ് സൊല്യൂഷനകത്ത് ഈ പറയുന്ന സിൽവർ അയോഡൈഡിൻ്റെ ഒരു കൊളോയിഡൽ പാർട്ടിക്കിളാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ല. വെച്ചാൽ ഒരു പാർട്ടിക്കിളായിട്ട് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യുക. ഒരു പാർട്ടിക്കിൾ, ഒരു പൊടി അങ്ങനെ കിടക്കുന്നു. നാനോ മെറ്റീരിയൽ റേഞ്ചിലുള്ള ഒരു പൊടി, സിൽവർ അയോഡൈഡ് പൊടി അവിടെ നമ്മുടെ ഈ പറയുന്ന അക്വസ് സൊല്യൂഷൻ ഓഫ് പൊട്ടാഷ്യം അയോഡൈഡിനകത്ത് കിടക്കുന്നു. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ. അപ്പം ഈ പറയുന്ന കൊളോയിഡൽ പാർട്ടിക്കിൾ, ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾ ആരാണ് ഇപ്പോൾ കൊളോയിഡൽ പാർട്ടിക്കിൾ ആയിട്ടുള്ളത്? AgI. അപ്പം നമുക്ക് അതിന് ഇങ്ങോട്ട് മാറ്റി ഒന്ന് വരച്ചോട്ടെ. നോക്കിക്കാണാം, ശ്രദ്ധിച്ചോണം. AgI എന്ന് പറയുന്ന ഒരു കൊളോയിഡൽ പാർട്ടിക്കിൾ ഉണ്ടായി. ഓക്കെ. ടു ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾ, അല്ല ശരിക്കും പറഞ്ഞാൽ ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾ അട്രാക്ട്സ് എ കോമൺ അയോൺ ടു ഇറ്റ്സ് സർഫസ്. എഴുതിക്കോ. ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾ, ഇത് പോയിന്റ് വൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടെക്സ്റ്റ് ബുക്സിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഭയങ്കര എളുപ്പമായിട്ടോ പഠിക്കാൻ. അപ്പോൾ ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾ attracts a common ion to its surface. എന്താണ് ഉദ്ദേശിക്കുന്നത്? കോമൺ അയോൺ എന്ന് പറഞ്ഞാൽ ആരാ? ഇപ്പോൾ സിൽവർ അയോഡൈഡാ. ഈ പറയുന്ന കൊളോയിഡൽ പാർട്ടിക്കിൾ ഒന്നെങ്കിൽ Ag+നെ അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ I- അട്രാക്ട് ചെയ്യും. അപ്പോൾ ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾ അട്രാക്ട്സ് എ കോമൺ അയോൺ ടു ഇറ്റ്സ് സർഫസ്, ദാറ്റ് ഈസ് ഈദർ ഇറ്റ് അട്രാക്ട്സ് Ag+
ഓർ ഐ മൈനസ്. കാരണം AG I ആണ് അവർ. അപ്പോൾ അവർ വേറെ ആരെയും അട്രാക്ട് ചെയ്യത്തില്ല. ഈ കൊളോയിഡ് പാർട്ടിക്കിൾ ഒന്നെങ്കിൽ AG സിൽവർ അയോണിനെ അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ I മൈനസ് ആയിട്ടുള്ള എന്താണ് നമ്മുടെ അയോഡിൻ അയണിനെ അട്രാക്ട് ചെയ്യും, അല്ലാതെ വേറെ ആരെയും അട്രാക്ട് ചെയ്യത്തില്ല. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ ഇവിടുത്തെ പ്രശ്നം എന്ന് ആലോചിച്ച് നോക്കിക്കുക. അവർ ആരെയായിരിക്കും അട്രാക്ട് ചെയ്യുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. AG പ്ലസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം AgNO3 നമ്മൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ കുറവ് ക്വാണ്ടിറ്റിയിലാണ് അവരുള്ളത് തന്നെ. ഇനിയിപ്പം AG ഉണ്ടെങ്കിലും, AG അയോൺസ് ഉണ്ടെങ്കിലും അവരെന്താണ് I മൈനസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അതർ കൊളോയിഡൽ പാർട്ടിക്കിൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കൊളോയിഡൽ പാർട്ടിക്കിളിന് ചുറ്റിനും അവരുണ്ടാവുന്നതിനെക്കാട്ടിലും അവർ കൂടുതൽ താല്പര്യപ്പെടുന്ന കൊളോയിഡൽ പാർട്ടിക്കിൾ ആയി മാറാനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആ പോയിന്റ് ഒന്ന് എല്ലാവരും എഴുതിക്കേ. As AG plus is not available in sufficient quantities, അത് കറക്റ്റ് അല്ലേ എല്ലാവർക്കും? അതെ, അത് കറക്റ്റാണ്. ഇൻ സഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റീസിൽ അവരില്ല. ഓൾസോ even if they are present in small quantities, they prefer to combine with I minus and form another colloidal particle. മനസ്സിലായല്ലോ? യെസ്. കാരണം AGക്ക് ആ താല്പര്യമില്ല. ഒന്ന് പറഞ്ഞാൽ അളവ് വളരെ കുറവാണ്. ഇനി അളവിൽ കുറവായാലും 2-3 പേരുണ്ടെങ്കിൽ അവർ I മൈനസുമായിട്ട് കമ്പൈൻ ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്. കൊളോയിഡൽ പാർട്ടികൾ ഉണ്ടാവാനാണ് അവർ താല്പര്യപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഫോംസ് അനദർ കൊളോയിഡൽ പാർട്ടികൾ. അപ്പോൾ ആരാണ് ശേഷിക്കുന്നത്? ദെയർഫോർ ആര് ശേഷിക്കുന്നു? അപ്പോൾ ഈ പോയിന്റ് ദെയർഫോർ I minus gets attracted to AgI. അവരായിരിക്കും AgIയിലോട്ട് അട്രാക്ട്. ആ ശരിക്കും ടെക്നിക്കലി നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ I minus gets adsorbed to the colloidal particle. അങ്ങനെയാണ് പറയുന്നത്, adsorbed to the colloidal particle. എന്താണ് adsorb? നിങ്ങൾ ഡിഫറൻസ് മനസ്സിലാക്കേണ്ടത് അബ്സോർബും അഡ്സോർബും തമ്മിലാണ്. അബ്സോർബ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്പഞ്ച് വെള്ളത്തിനകത്തോട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ ആ സ്പോഞ്ചിനകത്തോട്ട് എല്ലാ വെള്ളവും കൂടെ കയറും. അതിൻ്റെ സർഫസിൽ മാത്രമല്ല വെള്ളമുള്ളത്, ഫുള്ളായിട്ട് വെള്ളമാണ്. അപ്പോൾ വാട്ടർ ഈസ് അബ്സോർബ്ഡ് ഇൻ ടു ദ സ്പോഞ്ച് എന്ന് പറയും. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് വിചാരിച്ചാൽ നമ്മളിപ്പോൾ എന്താ പറയുന്നത്, അയോഡിൻ ഈ പറയുന്ന I മൈനസ് അയോഡിൻ അയൺ വെറും സർഫസിൽ മാത്രമേ അവർ കോട്ടായിട്ടുള്ളൂ. അതുകൊണ്ടാണ് അഡ്സോർബ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതെ, അവർ ഉള്ളിലോട്ട് കയറുന്ന ആ കൊളോയിഡൽ പാർട്ടിക്കിൾ ഉള്ളിലോട്ട് അവർ കയറുന്നില്ല. ദേ ആർ ജസ്റ്റ് അഡ്സോർബ്ഡ് ഓൺ ദ സർഫസ്. ഓക്കെ അല്ലേ? I മൈനസ് ഗെറ്റ്സ് അബ്സോർബ് ടു ദ കൊളോയിഡൽ പാർട്ടിക്കിൾ. ഓക്കെ, അപ്പോൾ എന്തുണ്ടാവുന്നു എല്ലാവരും പറഞ്ഞ്? ആ ഫിഗറിനകത്ത് AgI എന്ന് പറയുന്ന കൊളോയിഡൽ പാർട്ടിക്കിളിൻ്റെ ചുറ്റിനും ആരുണ്ട്? ഈ പറയുന്ന I മൈനസ് ഇങ്ങനെ കിടക്കുകയാണ്. ഓക്കെ, സംശയമൊന്നും ഇല്ലല്ലോ? ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നൗ ദിസ് കൊളോയിഡൽ പാർട്ടിക്കിൾ ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡൽ പാർട്ടിക്കിൾ അല്ലേ? ദെയർഫോർ എന്ത് സംഭവിക്കുന്നു? സിൽവർ അയോഡൈഡ് ബിക്കംസ് നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡൽ പാർട്ടിക്കിളായി അവർ മാറി. ഓക്കെ അല്ലേ? കാരണം ഓൾറെഡി ആദ്യം ഉണ്ടെന്ന് AgI എന്ന് പറഞ്ഞ കൊളോയിഡൽ പാർട്ടിക്കിൾ ന്യൂട്രലാണ്. പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും ആയിട്ടില്ല, അവർ ന്യൂട്രലാണ്, എല്ലാവരും ഉണ്ട്. പക്ഷേ I മൈനസ് അവിടെ സർഫസിൽ കയറുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അവർ നെഗറ്റീവ്ലി ചാർജ് ആയി മാറും. അപ്പം നൗ ദിസ് നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡൽ പാർട്ടിക്കിൾ ട്രൈസ് ടു അട്രാക്ട് ദ പോസിറ്റീവ് അയോൺസ്. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദിസ് നെഗറ്റീവ്ലി ചാർജ്ഡ് colloidal particle attracts positive ions from the solution. സൊല്യൂഷനിൽ നിന്നും പോസിറ്റീവ് അയോൺസിനെ അട്രാക്ട് ചെയ്യുന്നു. ആരായിരിക്കും അട്രാക്ട്? AG പ്ലസ് ആയിരിക്കോ K പ്ലസ് ആയിരിക്കോ? ഓൾറെഡി പറഞ്ഞു AGക്ക് അതിന് സമയമില്ല, അത് താല്പര്യമില്ല. വളരെ കുറവ് എമൗണ്ടിലാണ് ഉള്ളതൊക്കെ കൊളോയിഡൽ പാർട്ടികളായി പോവാണ്. അപ്പോൾ ആരായിരിക്കും ഈ പറയുന്ന സർഫസിലോട്ട് ഈ പറഞ്ഞ അയോഡിൻ അയൺ ഈ പറഞ്ഞ കൊളോയിഡൽ പാർട്ടികളിലോട്ട് ചുറ്റി നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള കൊളോയിഡൽ പാർട്ടികളായി മാറി. അപ്പോൾ അവരുടെ ചുറ്റിനും ആരായിരിക്കും ഇരിക്കുന്നത്? K പ്ലസ് ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, എല്ലാവരും ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മുടെ AgI ഉണ്ട്. ആ ഫിഗർ വീണ്ടും വരച്ച് ലെങ്തി ആക്കുവാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതിന് ചുറ്റും നമ്മൾ ആരുണ്ട്? I minus ions are adsorbed onto the silver iodide colloidal particle. അങ്ങനെ എന്തായി മാറുന്നു? കൊളോയിഡൽ പാർട്ടിക്കിൾ നെഗറ്റീവ്ലി ചാർജ് ആവുന്നു. ആ നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡൽ പാർട്ടിക്കിളിന് ചുറ്റും ആരുണ്ട്? K പ്ലസ് അയോൺസ് നിൽക്കുകയാണ്. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചോ? യെസ്, K പ്ലസ് ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് എന്ത് സംഭവിച്ചു? K പ്ലസ് അയോൺസ്
surrounds this negatively charged colloidal particle. Okay, and forms a circular layer. ഒരു സർക്കുലർ ലെയർ ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ ഇങ്ങനത്തെ ഒരു സർക്കുലർ ലെയർ ഫോം ചെയ്യുന്നു. ആൻഡ് ഫോംസ് എ സർക്കുലർ ലെയർ നോൺ ആസ് ഫിക്സ്ഡ് ലെയർ. ആ ലെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്സ്ഡ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. പക്ഷേ ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദ ലെഫ്റ്റ് ഔട്ട്, നമുക്കിനി സൊല്യൂഷനകത്ത് ആരുണ്ട്? കെ പ്ലസ് അയൺസും ഐ മൈനസ് അയൺസും ഒക്കെ ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കെ പ്ലസ് അയൺ സറൗണ്ട്സ് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ വയ അട്രാക്റ്റീവ് ഫോഴ്സ് കാണണം. കാരണം ഇത് കെ പ്ലസും ഐ മൈനസ്, കാരണം സിൽവർ അയഡൈഡ് എന്ന് പറഞ്ഞാൽ കൊളോയിഡ് പാർട്ടിൽ നെഗറ്റീവ്ലി ചാർജ്. ആ നെഗറ്റീവ്ലി ചാർജ് പാർട്ടികൾ പോസിറ്റീവ് അയൺസിനെ പോസിറ്റീവ് ചാർജസിനെ അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ അവരെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഏത് ഫോഴ്സ് വെച്ചിട്ട്? ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഈ സൊല്യൂഷനകത്ത് ഇനി വേറെ ആൾക്കാരിൽ ഉണ്ട്. ആരുണ്ട്? ഇനിയും കെ പ്ലസ് അയോൺസും ഐ മൈനസ് അയോൺസും ഒക്കെ കിടപ്പുണ്ട് ഈ സൊല്യൂഷനകത്ത്. പക്ഷെ അവരെന്ന് പറയുമ്പോൾ അത്ര സ്ട്രോങ്ലി ഹെൽഡ് അല്ല ടു ദിസ് സിൽവർ അയോഡൈഡ്, നെഗറ്റീവ്ലി ചാർജ് സിൽവർ അയോഡൈഡ്. അപ്പം ദ റെസ്റ്റ് of the ions, that is K plus I minus ഒക്കെ തന്നെ are not held tightly to the negatively charged colloidal particle. അല്ലേ, അവർ അത്രയും ടൈറ്റ് ആയിട്ട് ഹെൽഡ് അല്ല. The rest of the ions, that is K plus I minus ions found in സൊല്യൂഷനകത്തുള്ളവർ are not held tightly to the negatively charged colloidal particle. ഓക്കെ അല്ലേ, അവർ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. ഓക്കെ അല്ലേ, ആൻഡ് ദിസ് ഫോംസ് എ ഡിഫ്യൂസ്ഡ് ലെയർ അല്ലെങ്കിൽ മൊബൈൽ ലെയർ ഉണ്ടാക്കും. ബാക്കിയുള്ള അയോൺസ് ഇല്ലേ, നമ്മൾ നോക്കിക്കുക, നമ്മുടെ ഈ കംപ്ലീറ്റ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. അവിടെ ഇനിയുണ്ട് ഈ പറഞ്ഞ കെ പ്ലസ് ഉണ്ട്, ഐ മൈനസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവരാരും എന്താണ്, ഇവരുമായിട്ട് ഇനി പ്രോസസ് ഇല്ല. അവരെന്ന് പറയുമ്പോൾ ഇനി ഈ പറഞ്ഞ ഐ മൈനസുമായിട്ട് ഈ പറയുന്ന ഇവരാണ് മെയിൻ ആൾക്കാർ. ഇപ്പം നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ് പാർട്ടികളായിട്ട് ഇനി അവർക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം കെ പ്ലസും അത്യാവശ്യം ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ നിന്നു. അപ്പം നിങ്ങൾ പറയും ഇനി അടുത്ത ഐ മൈനസ് ഇന്നുകൂടെ, അങ്ങനെ പറ്റത്തില്ല. കാരണം അത്രയും സ്ട്രോങ്ലി ഈ പാർട്ടിക്കിളിന് ഇനി അടുത്ത ഒരു ലെയറിനെയും കൂടെ ഹോൾഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. കാരണം വീണ്ടും ഇപ്പം നമ്മൾ ഒരു കാര്യം ആലോചിച്ചു, നമ്മളിപ്പോൾ ഒരു മെയിൻ അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ആൾക്കാരെ കൂട്ടിയിടുമ്പോൾ അവരുടെ ബാലൻസ് പോകും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞത്, ഈ നെഗറ്റീവ്ലി ചാർജ് പാർട്ടികളിന് ഇനി ബാക്കിയുള്ള അയോൺസിനെ ഹോൾഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അതാണ് ദ റെസ്റ്റ് ഓഫ് ദ അയോൺസ്, ദാറ്റ് ഈസ് കെ പ്ലസ് ആൻഡ് അയൺസ് ഫൈൻഡ് സൊല്യൂഷൻ ആർ നോട്ട് ഹെൽഡ് ടൈറ്റ്ലി ടു ദ നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ് പാർട്ടിക്കിൾ ആൻഡ് ദിസ് ഫോംസ് എ ഡിഫ്യൂസ് ലെയർ ഓർ മൊബൈൽ ലെയർ വിച്ച് ക്യാൻ മൂവ് ഫ്രീലി. ഓക്കെ അല്ലേ, ആ പോയിന്റ് എഴുതിക്കോട്ടെ. വിച്ച് ക്യാൻ മൂവ് ഫ്രീലി ഇൻ ദ സൊല്യൂഷൻ. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ എന്തുണ്ടായി? നമുക്കൊരു ഫിക്സ്ഡ് ലെയർ ഉണ്ടായി. എവിടെയോ ഫിക്സ്ഡ് ലെയർ നമ്മൾ പറഞ്ഞ ഫിക്സ്ഡ് ലെയർ എന്ത്? അതെ, ഇതാണ് നമ്മുടെ ഫിക്സ്ഡ് ലെയർ. ഇനി അടുത്ത മൊബൈൽ ലെയർ എന്ത്? നമ്മുടെ മൊബൈൽ ലെയർ. അപ്പം 2 ലെയർ ആണ് ഫോം ആയിട്ടുള്ളത്. ദിസ് 2 ലെയേഴ്സ് ആർ നോൺ ആസ് ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച്, ദീസ് 2 ലെയേഴ്സ് ആർ ടുഗദർ നോൺ ആസ് ദീസ് ഫിക്സ്ഡ് ആൻഡ് മൊബൈൽ ലെയർ together known as Helmholtz electrical double layer. Okay, and the potential difference between these layers, ശ്രദ്ധിച്ചോളൂ, and the potential difference between these layers are known as, എന്താണ് അവരെ പറയുന്നത്? ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ലെയേഴ്സ് ആർ നോൺ ആസ് സീറ്റ പൊട്ടൻഷ്യൽ. മനസ്സിലായല്ലോ? ഫിക്സ് ലെയറിനെയും മൊബൈൽ ലെയറിനെയും കൂടെ നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഈ ഫിക്സ് ലെയറിൻ്റെയും മൊബൈൽ ലെയറിൻ്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീറ്റ പൊട്ടൻഷ്യൽ. നോക്കിയല്ലേ? അല്ലേ? അപ്പം ഞാൻ അണ്ടർലൈൻ ചെയ്ത് കണ്ടില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. യെസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പഠിക്കുമ്പോൾ വളരെ എളുപ്പമാണ്. കാണാതെ പഠിക്കാൻ നോക്കരുതേ, വളരെ മണ്ടത്തരമായിരിക്കും. ഞാൻ ഈ പോയിന്റ്സ് എഴുതിയെന്നുള്ളത് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾ എക്സാമിന് റിക്രിയേറ്റ് ചെയ്യുമ്പോൾ യു ഷുഡ് റിക്രിയേറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ലൈൻ, ഈ പഠിച്ച ലൈൻ ഏതെങ്കിലും ഒന്ന് മറന്നുപോയാൽ പിന്നെ എല്ലാം തീർന്നു.
അങ്ങനെ ആയിരിക്കും മിക്കവാറും എക്സാമിന് സംഭവിക്കുന്നത്. കാരണം ഇത് കുറച്ച് തിയററ്റിക്കലാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, മനസ്സിലാക്കി പഠിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സെഷൻ നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ പറ്റി പഠിച്ചു, റിവേഴ്സിബിൾ സെൽസിനെ പറ്റി പഠിച്ചു, ദെൻ ഹെൽംഹോൾട്ട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ, അതിലൂടെ നമ്മൾ എന്ത് പഠിച്ചു? സീറ്റ പൊട്ടൻഷ്യലും പഠിച്ചു. ഓക്കെ ലെസൺസ്, അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.